ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അധ്യായം 4. ലളിത പെട്ടെന്ന് തന്നെ കുഞ്ഞന്നയുമായി കൂട്ടുകൂടി. സ്വന്തം പേര് തെറ്റിച്ചാണ് ലളിത പറഞ്ഞുകൊടുത്തത്. ശ്യാമള. ഭർത്താവിൻ്റെ പേര് തങ്കപ്പൻ. പൊന്നപ്പൻ കുഞ്ഞന്നയുടെ കൺവെട്ടത്ത് വന്നതേയില്ല. കുഞ്ഞന്നയ്ക്ക് തന്നെ കണ്ട് പരിചയമുണ്ടെന്ന് അയാൾക്കറിയാം. ലളിതയോട് തന്നെ കുഞ്ഞന്ന പറയുകയുണ്ടായി, എവിടെ വെച്ച് കണ്ട പോലെ തോന്നുന്നല്ലോ. ലളിത ഉടൻ മറുപടി നൽകി, ഞാൻ ചെല്ലിക്കടപ്പുറത്ത് വന്നിട്ടുണ്ട് ഒരുപാട് തവണ. നിങ്ങളുടെ വീടെവിടാ? ഞങ്ങൾ അർത്തുങ്കക്കാരാ. വൈകുന്നേരം കുഞ്ഞിന് ആഹാരം വാങ്ങാനും കുപ്പിയിൽ വെള്ളമെടുക്കാനും പോയപ്പോൾ എമിലിക്ക് കൂട്ടുനിന്നത് ലളിതയാണ്. വയറുവേദന കുറഞ്ഞോ? എമിലി ചോദിച്ചു. പകല് കുറവുണ്ട്, രാത്രിയിലാ ഒട്ടും സഹിക്കാൻ മേലാത്തെ. പിന്നീട് ലളിത താൻ കിടക്കുന്ന വാർഡിലേക്ക് തിരിച്ചുപോയി. രാത്രി ലളിതയെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് പൊന്നപ്പൻ തിരികെ പോയി. പെണ്ണുങ്ങളുടെ വാർഡിൽ പുരുഷന്മാരെ നിർത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. രാത്രി 10 മണിയോടെ ഒരു ചെറിയ ഫ്ലാനൽ നനച്ച് തോളത്തിട്ടുകൊണ്ട് ലളിത എമിലി കിടക്കുന്ന വാർഡിലേക്ക് ചെന്നു. ഡ്യൂട്ടി റൂമിൽ നേഴ്സുമാർ ഉറങ്ങാതിരിപ്പുണ്ട്. വാർഡിൽ അങ്ങിങ്ങ് ചില ആളനക്കങ്ങളും കുട്ടികളുടെ ചിണുങ്ങലും ഒഴിച്ചാൽ പൊതുവെ ശാന്തമാണ്. ലളിത എമിലി കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എമിലി കട്ടിലിൽ കിടപ്പുണ്ട്. കൂടെ കുഞ്ഞും കിടക്കുന്നു. താഴെ തറയിൽ പായ വിരിച്ച് കുഞ്ഞിന് കിടക്കുന്നു. ലളിത സാവധാനം അവിടേക്ക് ചെന്നു. ബെഡിനടുത്ത് ചെന്ന് എമിലിയെ നോക്കി. നല്ല ഉറക്കം. ഫ്ലാനലിൽ പൊതിഞ്ഞു കിടത്തിയ കുഞ്ഞും ഉറക്കം തന്നെ. കുഞ്ഞിന് നിലത്ത് ഒരു വശം ചെരിഞ്ഞാണ് കിടക്കുന്നത്. അടുത്ത ബെഡുകളിലുള്ളവരെല്ലാം ഉറക്കമാണ്. ആരെയോ തിരയുന്ന പോലെ ലളിത അങ്ങിങ്ങ് നടന്നിട്ട് വീണ്ടും എമിലിയുടെ കിടക്കക്കരികെ വന്നു. നനഞ്ഞ ഫ്ലാനൽ കയ്യിലെടുത്തു. ധൈര്യം വരുന്നില്ല. വെളിച്ചമാണ് ശല്യം. ഭിത്തിയിൽ ഒരിടത്ത് ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ലളിത പതിയെ നടന്ന് ആശുപത്രി വരാന്തയിലേക്ക് പോയി. അപ്പോൾ ഒരു നേഴ്സ് വരാന്തയിൽ കൂടി വന്നു. എന്താ ഈ രാത്രി ഇതിലേ നടക്കുന്നേ? നേഴ്സ് ചോദിച്ചു. കിടക്കുമ്പോൾ വയറുവേദന കൂടുതലാ, ഉറക്കവും വരുന്നില്ല. കുറച്ച് നടന്ന ആശ്വാസം കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് നേഴ്സ് കടന്നുപോയി. ലളിതയുടെ ധൈര്യത്തിൻ്റെ രസനിരപ്പ് താണുപോയിരുന്നു. അവൾ തൻ്റെ വാർഡിൽ ചെന്നിരുന്നു. ഇതെവിടെ പോയതാ? തൊട്ടടുത്ത് കിടന്ന ബെഡിലെ രോഗി ചോദിച്ചു. വയറുവേദന കൂടിയിട്ട് ഒന്ന് നടന്നു നോക്കിയതാ. കമിഴ്ന്നു കിടന്നാൽ മതി. വയറുവേദന നടന്നാലൊന്നും കുറയില്ലെന്ന്. ലളിത മറുപടി പറയാതെ ബെഡിലിരുന്നു. കിടന്നു, അതാ നല്ലത്. അതൊരു ഭീഷണി പോലെ ലളിതയ്ക്ക് തോന്നി. ലളിത കിടന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പാതിരാത്രി കഴിഞ്ഞുവെന്ന് ലളിതയ്ക്ക് തോന്നി. അവൾ വീണ്ടും എഴുന്നേറ്റു. ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്ലാനൽ നനച്ചു. അവൾ അതുമായി എമിലി കിടക്കുന്ന വാർഡിലെത്തി. അവിടെ എല്ലാവരും പൂണ്ട ഉറക്കം. നേഴ്സുമാർ ഡ്യൂട്ടി റൂമിലെ മേശമേൽ തലവെച്ച് സ്റ്റൂളിന്മേലിരുന്നുറങ്ങുന്നു. പൂച്ച ഇരയെ പിടിക്കാൻ പതുങ്ങി ചെല്ലുന്നതുപോലെ ലളിത ഓരോ പാദം പെറുക്കി വെച്ച് എമിലിയുടെ കിടക്ക ലക്ഷ്യമാക്കി നീങ്ങി. തലയ്ക്കൽ ഭാഗത്ത് എത്തിയതും കുഞ്ഞ് ഏതോ ദുസ്വപ്നം കണ്ടതുപോലെ വാവിട്ട് കരയാൻ തുടങ്ങി. ലളിത ഞെട്ടി വേഗം പിന്നോക്കം നീങ്ങി വാതിൽക്കലെത്തി. അപ്പോഴേക്കും എമിലിയും കുഞ്ഞന്നയും ഉണർന്നു കഴിഞ്ഞിരുന്നു. അവർ കുഞ്ഞിനെ സമാശ്വസിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ലളിത അവിടെ തന്നെ നിന്നു. എമിലി കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. ഇനി അവൻ ഉറങ്ങണമെങ്കിൽ കുറേ സമയമെടുക്കുമെന്ന് ലളിതയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ ഉദ്യമം ഉപേക്ഷിച്ച് അവൾ തൻ്റെ വാർഡിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ പൊന്നപ്പൻ KCM ഹോസ്പിറ്റലിൽ വന്ന് ലളിതയെ കണ്ടു. വല്ലതും നടന്നോടി? എന്തു നടക്കാൻ? ഉറുമ്പിനെ ഞെരടിക്കൊല്ലുന്ന പോലെ എളുപ്പമാണെന്നാ കരുതിയേ? മുതലാളിയോട് സമാധാനം പറയണ്ടായോ? നാളെ പറയാമെന്ന് പറ. ഇന്നലെ രാത്രി എന്നാ പറ്റി? നീ കിടന്നുറങ്ങിപ്പോയോ? ഞാൻ ചെന്നപ്പോൾ ആ കൊച്ച് ഒരൊറ്റ കരച്ചിൽ. ഞാനും കൂടി ഞടുങ്ങിപ്പോയി. നിന്നെ അത് കണ്ടാ? ഇല്ലെന്ന്. ഞാൻ കട്ടിലിൻ്റെ അടുത്തോട്ട് ചെന്നില്ല. അതിനു മുമ്പേ ആരാണ്ട് ഒരു കുത്തുവെച്ച് കൊടുത്ത മാതിരി ഒരു ഞെട്ടിക്കരച്ചിൽ. നിന്നെ സ്വപ്നം കണ്ടു കാണും. എൻ്റെ വായിന്നൊന്നും കേൾക്കല്ല. എടി, മുതലാളിക്ക് സമാധാനമില്ലെന്ന്. നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? നല്ല ജോലി. എൻ്റെ മേലെ അസകലം വിറയ്ക്കണ. അത് ആലോചിക്കുമ്പോൾ തന്നെ. ആരെങ്കിലും കണ്ടാ ഞാൻ ജയിലിൽ പോകണ്ടേ? ആര് കാണാൻ? എല്ലാവരെയും കാണിച്ചോണ്ടാണോ ചെയ്യണേ? ഇനി എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ തന്നെ മുതലാളി നോക്കിക്കൊള്ളും. പൊന്നപ്പൻ ലളിതയെ ധൈര്യപ്പെടുത്തിയിട്ട് തിരികെ പോയി. അന്ന് പകൽ ലളിത എമിലി കിടക്കുന്ന വാർഡിലേക്ക് പോയതേയില്ല. അവിടെ ചുറ്റിപ്പറ്റി നടന്നാൽ അത് പിന്നീട് സംശയിക്കപ്പെടാൻ കാരണമാകുമെന്നും ലളിത കണക്കുകൂട്ടി. രാത്രി വളരെ വൈകിയ ശേഷം ലളിത എമിലി കിടക്കുന്ന വാർഡിൻ്റെ വാതിൽക്കൽ ചെന്ന് രംഗനിരീക്ഷണം നടത്തി. അതിനുശേഷം തിരികെ തൻ്റെ ബെഡിൽ വന്ന് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തുകിടന്നു. രാത്രി 2 മണിയോടെ ലളിത എഴുന്നേറ്റു. ഒരു പ്ലാസ്റ്റിക് മഗ്ഗിൽ വെള്ളം നിറച്ചു. ഫ്ലാനൽ അതിലിട്ട് നനച്ചു.
ആർക്കും സംശയം തോന്നാതിരിക്കാൻ ആ മഗ്ഗം കയ്യിൽ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോവുകയാണെന്നോ പോയതാണെന്നോ ഉള്ള മട്ടിൽ വരാന്തയിലൂടെ നടന്ന് വാർഡിൻ്റെ വാതിൽക്കലെത്തി. വാർഡിൽ സുഖസുഷുപ്തി. ഉറങ്ങാത്തതായി ഒരു ഈച്ച പോലുമില്ല. നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലും ഉറക്കത്തിൻ്റെ തേർവാഴ്ചയാണ്. എമിലിയും കുഞ്ഞന്നയും ഉറക്കം. ലളിത നേരെ ബെഡിനടുത്തേക്ക് നീങ്ങി. അതിനിടയിൽ തന്നെ മഗ്ഗിൽ കൈയിട്ട് ഫ്ലാനൽ ചെറുതായൊന്ന് ഞെക്കിപ്പിഴിഞ്ഞു. ബെഡിനരികിലെത്തി ഒരു മാത്ര നിന്നു. കൈ രണ്ടും വിടർത്തി മലർന്നു കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ആ ഫ്ലാനൽ വിരിച്ചിട്ടു. കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തുള്ള ഫ്ലാനൽ വിരലുകൾ കൊണ്ട് തെല്ലമർത്തുകയും ചെയ്തു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ മഗ്ഗും കയ്യിൽ പിടിച്ച് വരാന്തയുടെ നേർക്ക് പോയി. വരാന്തയിൽ ചെന്ന് പേടിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, ഒരനക്കവുമില്ല. എങ്ങനെ തൻ്റെ ബെഡിലെത്തിയെന്ന് ലളിതയ്ക്ക് അറിയൂ. ഇതിനിടയിൽ കുഞ്ഞ് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് കുടയുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കൈ വയറിന്മേൽ ചെറുതായി തട്ടി. എമിലിയുടെ ഉറക്കം പാതി ഉണർന്നു. അവൾ കുഞ്ഞിന് അഭിമുഖമായി കിടന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് കിടത്താൻ വേണ്ടി കൈത്തലം കൊണ്ട് പരതി. തണുപ്പ്. എമിലിയുടെ പാതി മയക്കവും വിട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തിനു മീതെ നനഞ്ഞ തുണി. പെട്ടെന്ന് എമിലി ഒരു പാമ്പിനെ തോണ്ടിയെറിയുന്ന പോലെ അത് തോണ്ടിയെറിഞ്ഞു. ഊർദ്ധൻ വലിക്കുന്ന പോലെ കുഞ്ഞ് ശ്വാസം ഏങ്ങി വലിക്കുന്നു. അതിൻ്റെ വയർ വീർത്തു വരുന്നു. മുഖത്തിനും ചുണ്ടിനും നീല നിറം. എമിലി കരഞ്ഞ് ബഹളം വെച്ചു. കുഞ്ഞിനെ ഉണർന്നു. അടുത്ത ബെഡുകളിൽ കിടന്നവർ ഉണർന്നു. എമിലി കുഞ്ഞിനെ കൈത്തണ്ടയിലെടുത്തു വെച്ച് കുലുക്കി. അമ്മേ, സിസ്റ്ററെ വിളിക്ക്, കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല. എമിലി വേവലാതി പൂണ്ട് നിലവിളിച്ചു. കുഞ്ഞന്ന ഡ്യൂട്ടി റൂമിലേക്ക് വേച്ചു ഓടി. ഉറക്കം ഞെട്ടിയ നേഴ്സുമാർ വേഗം എത്തി. കുഞ്ഞിനെ നോക്കിയപ്പോൾ വേണ്ടത്ര ഓക്സിജൻ കിട്ടുന്നില്ലെന്നും ശ്വാസതടസ്സമുണ്ടെന്നും മനസ്സിലായി. അവർ പെട്ടെന്ന് കുഞ്ഞിന് പ്രഥമ ശുശ്രൂഷ നൽകി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഒരു നേഴ്സ് ചോദിച്ചു. ഞാൻ ഉറക്കത്തിന്ന് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നനഞ്ഞ തുണി. എമിലി പറഞ്ഞു. അതിപ്പോൾ നനഞ്ഞ തുണി എവിടുന്ന് വന്നു? ദാ കിടക്കുന്നു. ആ തുണി തന്നെയാ. എമിലി തറയിൽ കിടന്ന ചവിട്ടേറ്റ ഫ്ലാനൽ ചൂണ്ടിക്കാട്ടി. നേഴ്സ് അത് എടുത്തു നോക്കി. സംഗതി ശരി തന്നെ, നനഞ്ഞ ഫ്ലാനലാണ്. നിങ്ങൾ തന്നെ അബദ്ധത്തിലിട്ടതാണോ? നേഴ്സ് ചോദിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങുമല്ലേ, എവിടുന്ന് നനച്ചോണ്ട് വരാനാ? എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്തിടുവോ? കുഞ്ഞന്ന ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെങ്ങനെ ഇതെവിടെ വന്നു? നേഴ്സിൻ്റെ ചോദ്യം. ഞങ്ങൾക്ക് ഇങ്ങനൊരു തുണിയുമില്ല. ഞങ്ങളുടെ തുണിയൊന്നും നനച്ചിട്ടുമില്ല. എമിലി തീർത്തു പറഞ്ഞു. വേറെ ആരെങ്കിലും കൊണ്ടിട്ടതായിരിക്കും. അടുത്ത ബെഡിലുള്ള ഒരു സ്ത്രീ അഭിപ്രായപ്പെട്ടു. വേറെ ആരെങ്കിലും എന്ന് വച്ചാ? കുഞ്ഞെന്നെ ചോദിച്ചു. ആ കുഞ്ഞ് ജീവിച്ചിരിക്കരുതെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും. ആരാണെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ആ നനഞ്ഞ തുണി എവിടുന്ന് വന്നു? ആർക്കും ഉത്തരമില്ല. വാർഡിലേക്ക് ആരെങ്കിലും വരുന്നത് കണ്ടവരുണ്ടോ? നേഴ്സ് അന്വേഷിച്ചു. അങ്ങനെ ആരെങ്കിലും വന്നതായി ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ചെറിയ തോതിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഫലമൊന്നും ഉണ്ടായില്ല. ആശുപത്രിയിലെ സെക്യൂരിറ്റി ജോലിക്കാരും ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കും. നേഴ്സുമാർ അങ്ങനെയൊരു ഒഴിവുകഴിവ് പറഞ്ഞ് വിഷയം അവിടെ ഉപേക്ഷിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് സകലരും ഗാഠനിദ്രയിലായിരിക്കുന്ന വേളയിൽ അങ്ങനെ അബദ്ധമൊന്നും സംഭവിക്കാൻ 1% പോലും സാധ്യതയില്ലെന്ന് എമിലിക്ക് ഉറപ്പായിരുന്നു. തൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ വേണ്ടി ആരോ കൊണ്ടിട്ടതാണ് കുഞ്ഞിൻ്റെ മുഖത്ത് ആ നനഞ്ഞ ഫ്ലാനൽ. തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കാരക്കാട്ട് സൈമൺ തരകനല്ലാതെ മറ്റാരുമല്ലെന്ന് അവൾ കണക്കുകൂട്ടി. ചെല്ലിക്കടപ്പുറത്തു നിന്ന് അയാളുടെ ദുഷ്ടകരങ്ങളിൽ ഒന്ന് നീണ്ടുവന്ന് ചേർത്തല KCM ഹോസ്പിറ്റലിലെ ഒരു ബെഡിലെ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. എമിലി അത് മനസ്സിൽ കുറിച്ചിട്ടു. അതൊരു അപായ മുന്നറിയിപ്പായിരുന്നു. ലളിത പിറ്റേന്ന് രാവിലെ തന്നെ വിവരമറിഞ്ഞു. ഇന്നലെ രാത്രി എമിലി കിടന്ന വാർഡിൽ ഭയങ്കര ബഹളമായിരുന്നെന്നും ആരോ എമിലിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഭാഗ്യത്തിൻ്റെ തലനാരിഴയിൽ പിടിച്ചു തൂങ്ങി ആ കുഞ്ഞ് രക്ഷപ്പെട്ടുവെന്നും. ലളിതയ്ക്ക് പിന്നെ ഇരിക്കപ്രതി ഉണ്ടായില്ല. പിടിക്കപ്പെടുമെന്ന കലശലായ പേടി കാരണം അവർ രാവിലെ തന്നെ ആശുപത്രിയിൽ നിന്നിറങ്ങി ഒറ്റ നടത്തം വെച്ചു കൊടുത്തു, അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക്. ബസ്സിൽ യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലായിരുന്നില്ല എമിലി. ടാക്സി പിടിച്ചു പോകാനുള്ള പണവും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എമിലിയെയും കുഞ്ഞിനെയും അതിൽ കയറ്റി ചെല്ലിക്കടപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപമാനത്തിൻ്റെയും അവഹേളനങ്ങളുടെയും തീരാത്ത പരമ്പരയാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. എമിലിയുടെ തോളത്ത് മയങ്ങിക്കിടക്കുന്നത് ചെല്ലിക്കടപ്പുറത്തുകാർക്ക് കല്ലെറിഞ്ഞ് രസിക്കാനുള്ള ഇരയാണ്. എമിലി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ ചെന്നു കയറിയ ദിവസം കുഞ്ഞിനെ കാണാൻ അയൽക്കാരികളിൽ പലരും ഉത്സാഹത്തോടെ വന്നു. ജാനറ്റും ഡെന്നിച്ചനും ജനിച്ചപ്പോൾ കാണാൻ വരാത്തവർ പോലും വന്നു. എല്ലാവരുടെയും നോട്ടത്തിൽ ഒരു പരിഹാസവും ചിരിക്കാതെ ഒളിപ്പിച്ചു പിടിച്ച ചിരിയിൽ നിന്നയും ഉണ്ടായിരുന്നു.
അവരാരും എമിലിയുടെ പുത്രനെ കാണാനല്ല വന്നത്. സൈമൺ തരകൻ്റെ പിഴച്ചുണ്ടായ സന്തതിയെ കാണുവാനാണ്. സൈമൺ തരകന് സ്വന്തം ഭാര്യയിൽ ജനിച്ച പുത്രനെ അവർക്ക് കാണണ്ട. ഈ എമിലി എന്ന വിധവ അവിഹിതമായി പ്രസവിച്ച പുത്രനിൽ കാരക്കാട്ട് സൈമൺ തരകൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് തൊട്ടടുത്ത അയൽക്കാരിയോട് പറയണം, എടിയേ, നമ്മുടെ കുഞ്ഞന്നാടെ മരുമോള് പ്രസവിച്ച കൊച്ചിനെ കണ്ടോ? ഒന്ന് കാണണ്ടതാ. സൈമൺ തരകൻ മുതലാളി എവിടെ പോയെന്ന് നോക്കണ്ട. കുഞ്ഞന്നയുടെ വീട്ടിലുണ്ട്. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ നെറ്റി, ആ വലിയ ആനച്ചെവിയുണ്ടല്ലോ, അതുപോലും. ഉടനെ കേട്ടവർക്ക് ഹരം പിടിച്ചു. നേരാണോടി? ഇതാ പണ്ടുള്ളവർ പറയുന്നേ, പിഴച്ചുണ്ടായ മായ്ക്കാൻ പറ്റില്ലെന്ന്. തൽസ്വരൂപമായിട്ട് വളർന്നു വരും. ഇത് പറയുന്നവർ അനുഭവിക്കുന്ന ഗൂഢമായ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. ആഞ്ചലോനെ കടലിൽ കാണാതായിട്ട് വർഷം 2 കഴിഞ്ഞ പിന്നെയാ എമിലിക്ക് കൊച്ചുണ്ടായത്. മേമ്പൊടിക്ക് ഇതും കൂടി പറഞ്ഞാലേ തൃപ്തിയുടെ പരമകാഷ്ഠയിലെത്തൂ. അങ്ങനെ ചെല്ലിക്കടപ്പുറത്ത് എല്ലാവരും അറിഞ്ഞു. സൈമൺ തരകൻ പിന്നീട് ആഘോഷമാക്കി മാറ്റിയ ഒരു മകൻ്റെ ജനനത്തിൻ്റെ മറുവശത്തെ ഇരുട്ടിൽ മറ്റൊരു മകനും കൂടി സൈമൺ തരകന് ജനിച്ചിട്ടുണ്ടായിരുന്നെന്ന്. ചെല്ലിക്കടപ്പുറത്ത് വീശിക്കൊണ്ടിരുന്ന ഉപ്പുകാറ്റിൽ ആ വർത്തമാനം തേഞ്ഞലിഞ്ഞുപോയി. ആദ്യ ദിവസങ്ങളിലൊന്നും എമിലി പുറത്തിറങ്ങിയതേയില്ല. അവൾക്ക് വേണ്ടത്ര പ്രസവ ശുശ്രൂഷയോ പരിഗണനയോ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞന്നയ്ക്കാണെങ്കിൽ ആ കുഞ്ഞിനോട് യാതൊരു മമതയുമില്ല. അതിനെ സ്നേഹത്തോടെ നോക്കുകയോ ഒന്നെടുക്കുകയോ പോലും ചെയ്യാറില്ല. വയ്യാഞ്ഞിട്ടും എമിലി തന്നെ അതിനെ കുളിപ്പിക്കുകയും വെയിൽ കൊള്ളിക്കുകയും ചെയ്തു. വിൻസിക്കാണെങ്കിൽ കുഞ്ഞിനെ കണ്ണെടുത്ത് കണ്ടുകൂടാ. കുഞ്ഞന്നയോട് അവൾ പരാതി പറയും. എന്തിനാ അമ്മേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നമ്മുടെ ആരാ കുഞ്ഞ്? അതിനെ എവിടെങ്കിലും ഉപേക്ഷിച്ചുകൂടായിരുന്നോ? മകൾ പറയുന്നത് സത്യമാണെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. തൻ്റെയോ വിൻസിയുടെയോ ആരുമല്ല ആ കുഞ്ഞ്. ഈ കുടുംബത്തിന് അതൊരു അപമാനമാണ്. അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ എമിലി സമ്മതിക്കണ്ടേ? കുഞ്ഞന്ന മകളോട് തർക്കിച്ചു. വിൻസിക്ക് ആ കുഞ്ഞും എമിലിയും മാനക്കേടിൻ്റെ പര്യായമാണ്. ആഞ്ചലോസ് ഉണ്ടായിരുന്നപ്പോൾ എത്ര അഭിമാനത്തോടെയാണ് ജീവിച്ചതെന്ന് അവൾ ഓർക്കും. ഇപ്പോൾ കുടുംബത്തിൻ്റെ വില ഇടിഞ്ഞുപോയി. അതോടൊപ്പം അവളുടെ വിലയും ഇടിഞ്ഞു. വിൻസി പഠിക്കാൻ പോകുന്നുണ്ട്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അവളോട് ചെല്ലിക്കടപ്പുറത്തെ കൂട്ടുകാരികൾ ചോദിക്കും, വേറൊരാളിൻ്റെ കുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ച ആ സ്ത്രീയെ നിങ്ങളെന്തിനാ വീട്ടിൽ താമസിപ്പിക്കുന്നേ? അതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൂടെ? ആ കുഞ്ഞിനെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? വല്ല അനാഥാലയത്തിലും കൊണ്ടുക്കള, അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാർക്ക് കൊടുക്ക്. അവർ കൊണ്ടുപോയി കണ്ണു തുറന്നോ കൈയും കാലും ഒടിച്ചോ വികലാംഗനാക്കി തണ്ടാൻ പഠിപ്പിച്ചോളും. എനിക്കൊന്നും അറിയാൻ മേല. അമ്മയും ചേച്ചിയും കൂടിയാ എല്ലാം ചെയ്യുന്നേ. എടി, നീ തുറന്ന് പറയണം. പിഴച്ചു പറ്റ ആ കൊച്ചും നിങ്ങളും തമ്മി എന്തു ബന്ധമാ ഉള്ളത്? ആ നാണക്കേട് മാറുമോ? നിന്റെ കുടുംബത്തെ ഇങ്ങനെയാണെന്നറിഞ്ഞാൽ നിനക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? നീയും അത്രക്കാരിയാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഇതെല്ലാം മിൻസിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരോട് പറയാൻ? അമ്മ എന്തുകൊണ്ട് ചേച്ചിയോട് പറയുന്നില്ല ഇവിടെ ആ കുഞ്ഞിനെ കൊണ്ട് താമസിക്കാൻ പറ്റില്ലെന്ന്? എടി, ഒരു മനസാക്ഷി വേണ്ടേടി നമുക്ക്. കുഞ്ഞൻ്റെ മകൾക്ക് മറുചോദ്യം വെട്ടിച്ചു കൊടുത്തു. ഈ കാര്യത്തിൽ എന്തിനാ മനസാക്ഷി? എടി കൊച്ചേ, നീ ഈ പുറമേ കാണുന്ന പെണ്ണല്ല എമിലി. അതിൻ്റെ അകത്ത് വേറൊരു പെണ്ണുണ്ട്. അത് നീറുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, അതിൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട്. അതൊക്കെ നമ്മളെന്തിനാ അറിയുന്നേ? നാണക്കേട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ മേല. എടി, ഞാനും നീയും ഈ കൊച്ചുങ്ങളും ഉണ്ണാനും ഉടുക്കാനുമില്ലാണ്ട് ഇവിടെ പട്ടിണി കിടന്നപ്പോൾ അവൾ സൈമൺ മുതലാളിയുടെ ചാപ്പയിൽ മീൻ പരത്തുന്ന പണിക്ക് പോയിട്ടാ നമുക്ക് ഉണ്ണാനും ഉടുക്കാനും തന്നെ. അന്നും ഈ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ചോദിച്ചോ നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണോന്ന്? ഇല്ലല്ല. വിൻസി മിണ്ടിയില്ല. മീൻ പരത്താൻ പോയപ്പോൾ സൈമൺ മുതലാളി ചതിച്ചതാ. അയാളെ പോലൊരു തടിമാടൻ്റെ അടുത്ത് അവക്കെന്നാ ചെയ്യാൻ പറ്റും? അയാൾ കാണിച്ച ദുഷ്ടതയ്ക്ക് മാതാവ് കൊടുത്തോളും. എന്നിട്ടും വിൻസിക്ക് അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കുഞ്ഞന്നയുടേത് 6 പതിറ്റാണ്ടുകാലം കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിതത്തഴക്കത്തിലൂടെ തെളിമയാർന്നു വന്ന യുക്തിയും നീതിയും സത്യവുമാണ്. വിശപ്പിനേക്കാൾ വലുതായി ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് വിൻസിക്ക് അറിഞ്ഞുകൂടാ. അവൾ എമിലിയുടെ കുഞ്ഞിനെ വെറുത്തു. അതിൻ്റെ നേർക്ക് നോക്കിയതുപോലുമില്ല. അത് കിടന്ന് കരയുമ്പോൾ നാശം ചെവി പൊട്ടിക്കുമല്ലോ എന്ന് പ്രായിക്കൊണ്ട് അവൾ പുറത്തേക്കിറങ്ങിപ്പോയി. കുഞ്ഞന്നയ്ക്കും ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. കുഞ്ഞിനെ നോക്കേണ്ടി വന്നാൽ മനസ്സില്ലാ മനസ്സോടെ നോക്കും. അത് എമിലിയെ ഓർത്തിട്ടാണ്. ഒരു ദിവസം എമിലി കുഞ്ഞന്നയോട് ചോദിച്ചു, കുഞ്ഞിനെ മാമോദിസ മുക്കണ്ടേ? കുഞ്ഞന്നെ ഞെട്ടിയതുപോലെയായി. എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യക്കുഞ്ഞല്ലേ അമ്മേ, അതിനൊരു നീതി കിട്ടണ്ടേ? എമിലി പറയുന്നത് ശരിയാണെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. അവൾ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. ആരെയും അറിയിക്കൊന്നും വേണ്ട.
പള്ളിയിൽ അച്ഛനെ കണ്ട് ചോദിച്ചിട്ട് മതി. അപ്പൻ്റെ പേര് പറയുമ്പോൾ ആരുടെ പേരാ? എൻ്റെ ആഞ്ചലോൻ്റെ പേര് ഇടാൻ പറ്റത്തില്ല കേട്ടാ. അത് എമിലിയുടെ ഇടനെഞ്ചിലെവിടെയോ കൊണ്ടു. തൻ്റെ ഭർത്താവ് ആഞ്ചലോസാണ്. തൻ്റെ വയറ്റിലുണ്ടായ എല്ലാ കുഞ്ഞുങ്ങൾക്കും അപ്പൻ ആഞ്ചലോസാണ്. ആഞ്ചലോസിന് അതിഭയങ്കരമായ ഒരു ദീനം വന്നിട്ട് അതിൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടി തൻ്റെ ഗർഭപാത്രം വാടകയ്ക്ക് നൽകണമെങ്കിൽ അതും താൻ ചെയ്യുമായിരുന്നു. ഇതും അത്രയേ ഉള്ളൂ. എമിലി തന്നെ പള്ളിയിൽ പോയി അച്ഛനോട് കാര്യം പറയണമെന്നും കുഞ്ഞിനെ നിർദ്ദേശിച്ചു. എമിലി തന്നെ പള്ളിയിൽ പോയി അച്ഛനോട് കാര്യം പറയണമെന്നും കുഞ്ഞിന് നിർദ്ദേശിച്ചു. എമിലി തൻ്റെ കുഞ്ഞിനെയും എടുത്ത് പള്ളിയിൽ പോയി വികാരിയച്ഛനെ കണ്ടു. വിവരങ്ങൾ തനിക്കറിയും പോലെ ധരിപ്പിച്ചു. എമിലിയുടെ വാക്കുകളിൽ അച്ഛൻ കടലും കടലാഴങ്ങളും കൊടുങ്കാറ്റും പേമാരിയും ഇടിമിന്നലുകളും കണ്ടു. നിന്റെ കുഞ്ഞിനെ ഞാൻ മാമോദിസ മുക്കിത്തരാം. എല്ലാം ദൈവത്തിൻ്റെ മക്കളാ. കർത്താവ് നിശ്ചയിക്കുന്നേ ഓരോ കുഞ്ഞിൻ്റെയും അപ്പനും അമ്മയും ആരാകണമെന്ന്. അതിനപ്പുറത്ത് വേറൊരു നിശ്ചയമില്ല. എമിലി അച്ഛനെ സ്തുതി പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. അച്ഛൻ പറഞ്ഞ ദിവസം തന്നെ എമിലി കുഞ്ഞന്നെയെയും കടപ്പുറത്ത് മീൻപെറുക്കി നടക്കുന്ന ഈശൂട്ടി എന്ന വൃദ്ധനെയും കൂട്ടി പള്ളിയിലേക്ക് പോയി. അവിടെ വെച്ച് കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകപ്പെട്ടു. കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞന്നെ അച്ഛനോട് പറഞ്ഞു, ശൗരി. ഈശൂട്ടി ശൗരിയുടെ പതിരങ്ങപ്പനായി, കുഞ്ഞന്ന പതിരങ്ങമ്മയും. അച്ഛന് എമിലി പറഞ്ഞുകൊടുത്ത പേര് ജോസഫ് എന്നായിരുന്നു. തിരിച്ചു പോരുമ്പോൾ കുഞ്ഞന്ന എമിലിയോട് ചോദിച്ചു, അതെന്താ കുഞ്ഞിൻ്റെ അപ്പന് ജോസഫ് എന്ന പേര്? അതാരാ? അത് യേശുവിൻ്റെ അപ്പനാ. അതിലും വലിയ പേരൊന്നും ഞാൻ കണ്ടില്ല. കുഞ്ഞന്ന പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. എമിലിയുടെ കുഞ്ഞിൻ്റെ മാമോദിസ നടത്തിയെന്ന് ഈശൂട്ടി കടപ്പുറത്ത് പെണ്ണുങ്ങളോടെല്ലാം പറഞ്ഞു. അങ്ങനെ അത് ചർച്ചാ വിഷയമായി. കാരക്കാട്ട് ബംഗ്ലാവിലും വാർത്തയെത്തി. ആദ്യത്തെ വധശ്രമം പരാജയപ്പെട്ട ശേഷം സൈമൺ തരകൻ തൻ്റെ വൈരാഗ്യബുദ്ധിക്ക് അവധി കൊടുത്തിരിക്കുകയായിരുന്നു. ശൗരി എന്നാ പേരിട്ടേക്കണ. മുതലാളിയുടെ അപ്പൻ്റെ പേരല്ലേ അത്? അത് ശരിയാണല്ലോ. മനഃപൂർവ്വം ഇട്ടതാ മുതലാളി. മുതലാളിയുടെ മുഖത്ത് കരി തേക്കാൻ വേണ്ടി. അവൻ ആ പേരും വെച്ച് കടപ്പുറത്ത് വളർന്നു വന്നെങ്കിലല്ലേ. ഇത്തവണ സൈമൺ തരകൻ കൊട്ടേഷൻ കൊടുത്തത് ചെല്ലിക്കടപ്പുറത്തെ തൻ്റെ അംഗരക്ഷക പടയ്ക്കായിരുന്നില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് കാരക്കാട്ട് ബംഗ്ലാവിൽ ആളെത്തി. ദിവസവും സമയവും തുകയും പറഞ്ഞുറപ്പിച്ചു. അഡ്വാൻസ് കൈപ്പറ്റി ഏലിയാസ് അയാളെ കൂട്ടിക്കൊണ്ടുപോയി എമിലിയുടെ വീടും പരിസരവും കാട്ടിക്കൊടുത്തു. മഴക്കാല രാത്രി. വൈകുന്നേരം ചന്നം ഭിന്നം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശൗരിക്കുട്ടിക്കൊരു ജലദോഷ ലക്ഷണം. അതിനാൽ നല്ല പോലെ ഫ്ലാനലിൽ പൊതിഞ്ഞ് പുതുപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. കുറേ സമയം തിരിഞ്ഞും പിരിഞ്ഞും ഞരങ്ങിയും തുമ്മിയും അസ്വസ്ഥത പ്രകടിപ്പിച്ച ശേഷം ശൗരിക്കുട്ടി ഉറങ്ങി. അവനെ ദേഹത്തോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് എമിലിയും ഉറങ്ങി. വീട് തകരുന്നതുപോലൊരു ശബ്ദം കേട്ടാണ് എമിലിക്ക് ഉറക്കം ഞെട്ടിയത്. വീട്ടിൽ വെളിച്ചമില്ല. 4-5 ടോർച്ചുകൾ വീട്ടിനുള്ളിൽ അങ്ങിങ്ങ് മിന്നി കണ്ണഞ്ചിക്കുന്നു. പിശാചുക്കളുടെ നിഴൽ പോലെ ഇരുണ്ട രൂപങ്ങൾ. കുഞ്ഞന്നെയും വിൻസിയും നിലവിളിക്കുന്നു. അയ്യോ, നാട്ടുകാർ ഓടി വരണേ, കൊല്ലുന്നേ, ഓടിവായോ. എമിലിയും നിലവിളിക്കാനാഞ്ഞെങ്കിലും ശബ്ദം കിട്ടിയില്ല. ഒരു ടോർച്ചിൻ്റെ വെട്ടം അവളുടെ മീതെയും വീണു. എമിലി കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടടുക്കി. 2 പേർ മുന്നോട്ട് വന്ന് ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. തലയ്ക്ക് ഒരടി കിട്ടിയ പോലെ എമിലി വീണു. ആരോ തെളിച്ചു പിടിച്ചിരുന്ന ടോർച്ചണഞ്ഞു. ആരൊക്കെയോ ഓടിപ്പോകുന്ന ശബ്ദവും കുഞ്ഞിൻ്റെ കരച്ചിലും എമിലി കേട്ടു. കൂരിരുട്ടിൽ എമിലി പിടഞ്ഞെഴുന്നേറ്റ് പരതിപ്പാഞ്ഞു. വീടിൻ്റെ വെളിയിലെത്തി. ഭീകരമായൊരു കാറ്റിൻ്റെ അകമ്പടിയോടെ ഒരു കനത്ത അല പാഞ്ഞുപോയി. കടപ്പുറത്തേക്കുള്ള മൺവഴിയിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുവെന്ന് എമിലിക്ക് തോന്നി. അവൾ മഴയത്ത് കടപ്പുറത്തേക്ക് ഓടി. അധ്യായം 5. ശൗരി മഴയേറ്റ് പുളഞ്ഞ് ഞെളിപിരുകൊണ്ട് വാകീറി കരയുകയാണ്. കടലിൻ്റെ ഇരമ്പലിനും മീതെ കാറ്റിനൊപ്പം പാഞ്ഞു ആ കരച്ചിൽ. 5 പേരുടെ സംഘത്തിലൊരാൾ ശൗരിയെ വാരിപ്പിടിച്ച് കാറ്റിനും മഴയ്ക്കുമെതിരെ ആഞ്ഞു നിന്നുകൊണ്ട് അലറി, എടാ വള്ളം മറക്കടാ, വേഗം. 4 പേർ ആഞ്ഞു പിടിച്ച് വള്ളം മണൽപ്പരപ്പിലൂടെ തള്ളിയിറക്കുന്നുണ്ട്. പക്ഷേ കാറ്റത്ത് ഒരാൾ പൊക്കം ഉയരുന്ന വള്ളത്തിൻ്റെ അണിയം മുകളിലേക്ക് ഉയർത്തി ഒടിഞ്ഞതാണ് വള്ളത്തെ പിന്നോട്ട് തള്ളുന്നു. തിര പിൻവാങ്ങുമ്പോൾ വള്ളം വീണ്ടും മണലിൽ ഉറയ്ക്കുന്നു. വല്ല വിധേനയും വീണ്ടും വള്ളം തള്ളി വെള്ളത്തിലിറക്കുമ്പോൾ ഭീമാകാരമായ പായ തെറുക്കും പോലെ തിര അണിയത്തു വന്നടിഞ്ഞ് വീണ്ടും വള്ളത്തെ പിന്നോട്ട് തള്ളുന്നു. ഇത് പലതവണ ആവർത്തിച്ചു. നടക്കൂല മോനെ. വള്ളം ഇടിച്ച് പിന്നോട്ട് മറിഞ്ഞു വീണ ആൾ വായിൽ കയറിയ ഉപ്പുവെള്ളവും മണലും തുപ്പിയിട്ട് വിളിച്ചു പറഞ്ഞു, കടല് കൊമ്പന കൂടിക്കൂടി വരികയാ. ചരലുവാരി എറിഞ്ഞ പോലുള്ള മഴയത്ത് വെറും മണ്ണിൽ ശൗരിയെ വെച്ചിട്ട് 5-ാമനും ചെന്ന് വള്ളം ആഞ്ഞു തള്ളി.
അടുത്ത തിര തീർത്ത് മറിഞ്ഞു വരുന്നതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇവിടെ പിടിച്ചോ, പിന്നോട്ട് പോകല്ല, തിര വലിയുമ്പം ആ കൂടെ തള്ളിവിട്ടോ. എന്നിട്ട് അയാൾ ഓടിച്ചെന്ന് ശൗരിയെ വാരിയെടുത്ത് കണ്ണിലും മുഖത്തും മഴവെള്ളം വീണ് ശൗരി അലറിക്കരയുന്നുണ്ടായിരുന്നു. തിര വന്നൊടിഞ്ഞ് പിൻവലിയുന്ന തക്കം നോക്കി 4 പേരും വള്ളം ആഞ്ഞു തള്ളിയിറക്കി. ഒപ്പം വള്ളത്തിൽ അള്ളിപ്പിടിച്ച് ചാടിക്കയറുകയും ചെയ്തു. 5-മൻ ഓടിക്കൊണ്ട് ശൗരിയെ നീട്ടിപ്പിടിച്ചു കൊടുത്തു. വള്ളത്തിലുള്ള ഒരാൾ ശൗരിയെ വാങ്ങി. 5-മനും വള്ളത്തിൽ പിടിച്ചു കയറി. ഇഞ്ചൻ ഷാട്ട് ചെയ്യടാ, ഒരുത്തൻ അലറി. ഒരു വൻതിര പാതാള സർപ്പം 1000 പണം വിടർത്തി ചീറിക്കൊണ്ട് വരും പോലെ തലയെടുത്ത് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇഞ്ചൻ ഷാട്ടാകുന്നില്ല. ഒരുവൻ ചീറിക്കൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടർ ചാടിൽ തുരുതുര ആഞ്ഞു വലിച്ചു. തിര ഇങ്ങെത്തിക്കഴിഞ്ഞു. അത് വള്ളത്തിൻ്റെ അണിയത്തെ കുത്തനെ ആകാശത്തേക്ക് ഉയർത്തി. ഒന്നുകിൽ വള്ളം മുടിയും, അല്ലെങ്കിൽ മറിയും. ഇതായിരുന്നു ആ ഒരു നിമിഷാർദ്ധത്തിലെ അവസ്ഥ. വള്ളപ്പടിയിൽ 4 പേർ അള്ളിപ്പിടിച്ചു. തിരയടിച്ച ഊക്കിൽ വള്ളം മറിഞ്ഞു. ശൗരിയെ വാരിപ്പിടിച്ചിരുന്ന 5-മൻ ഒരിടത്തും പിടികിട്ടാതെ കടലിലേക്ക് തെറിച്ചു വീണു. അവൻ്റെ തലയിൽ വള്ളപ്പടി വന്നിടിച്ചു. ബോധം പോയി. അവൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കരച്ചിലിനെ കടൽ വിഴുങ്ങി. തീരപ്പരപ്പിലൂടെ കുതിറിപ്പാഞ്ഞു വന്നുകൊണ്ടിരുന്ന എമിലി അകലെ വെച്ച് കണ്ടു. ഒരു വള്ളം കടലിലേക്ക് തള്ളിയിറക്കുന്നു. തിരമാല തീർത്തുമറിഞ്ഞ് ഒന്നിനു പിറകെ ഒന്നായി ആർത്തലച്ചു വരുന്നു. പിന്നെ അലയലയായി വന്ന കാറ്റത്തും പേമാരിയിലും അവളുടെ കാഴ്ച അവ്യക്തമായി. ഇരുട്ടിൽ തിരയുടെ നുരകളല്ലാതെ ഒന്നും കാണാനില്ലായിരുന്നു. ഒരിടിമിന്നലിൽ പിൻവാങ്ങുന്ന തിര മറിഞ്ഞ ഒരു വള്ളത്തെ ചുഴറ്റിയെടുത്ത് അടുത്ത തിരയിലേക്ക് വച്ചു കൊടുക്കുന്നതും 4-5 മനുഷ്യർ കടൽ പിശാചുക്കളെപ്പോലെ നീന്തി കര പറ്റുന്നതും കണ്ടു. തൻ്റെ കുഞ്ഞെവിടെ? എമിലി അലകടലിലേക്ക് നോക്കി അലമുറയിട്ടു. അടിച്ചു കയറി വന്ന തിരയെ വകവയ്ക്കാതെ അവൾ കടലിലേക്കിറങ്ങി. മുട്ടപ്പം ഉയർന്ന തിര അവളുടെ പാദത്തിനടിയിലെ മണൽ ഊറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത തിരമാല അവളെ അടിച്ചു വീഴ്ത്തി കരയിലേക്ക് അല്പം കൂടി കയറിപ്പോയി. കണ്ണിലും മൂക്കിലും വായിലും ഉപ്പുവെള്ളം കയറി വിക്കി ചുമച്ച് എമിലി എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും തിരിച്ചു വന്ന തിര അവളെ കടലിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഒരു ശ്രമം നടത്തി. പാദങ്ങൾ മണലിൽ കുഴിച്ചൂന്നി അവൾ പിടിച്ചു നിന്നു. പിൻവാങ്ങി പൊയ്ക്കൊണ്ടിരുന്ന തിരയിൽപ്പെട്ട് കറങ്ങി ഒരു ഖരവസ്തു അവളുടെ കാൽമുട്ടുകളിൽ വന്നു തടഞ്ഞു. എമിലി ഞെട്ടിക്കുനിഞ്ഞു നോക്കി. അത് ശൗരിയായിരുന്നു. എമിലി കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് കരയിലേക്ക് ഓടി. മണൽപ്പരപ്പിൽ എത്തിയ ശേഷം അവൾ ശൗരിയെ കുലുക്കി വിളിച്ചു. മോനെ, ശൗരിക്കുട്ടി, മോനെ. അനക്കമില്ല. എമിലി അവനെ 2 കൈയിലും തൂക്കിപ്പിടിച്ച് വായവിൽ കുടഞ്ഞു. എന്നിട്ടും ഒരു ചലനവും ഉണ്ടായില്ല. എമിലി മണൽപ്പരപ്പിൽ കാൽമുട്ടൂന്നി മറ്റേ കാൽമുട്ട് ഉയർത്തി മുട്ടിനു മീതെ കൊച്ചു ശൗരിയെ കമിഴ്ത്തിക്കിടത്തി പുറം അമർത്തി തടവിക്കൊടുത്തു. ശൗരിക്കുട്ടിയുടെ വായിലൂടെയും മൂക്കിലൂടെയും കടൽവെള്ളം ഛർദ്ദിച്ചു. പിന്നെ ഒന്ന് ഞരങ്ങി. കൈകാലുകൾ നീട്ടിവലിച്ച് കരഞ്ഞു. പെട്ടെന്ന് കരച്ചിൽ നിർത്തി കൺമിഴിച്ച് ലോകത്തെ നോക്കി. അമ്മയുടെ കയ്യിലാണ് താൻ എന്ന് കണ്ട് ഒരു നിമിഷം സമാധാനിച്ചു. പിന്നെ ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി. അവൻ്റെ കണ്ണ് നീറുന്നുണ്ടായിരുന്നു. മഴയുടെ നനവും കടൽക്കാറ്റിൻ്റെ തണുപ്പുമേറ്റ് അവൻ്റെ ഉടൽ വിറച്ചു. കടൽക്കരയിലേക്ക് കുറേ ടോർച്ചുകൾ മിന്നാമിന്നികളെപ്പോലെ ഇരുട്ടത്ത് നീന്തി വരുന്നുണ്ടായിരുന്നു. കുട ചൂടിയ കുറേ മനുഷ്യർ. കുട ചൂടാതെ നനഞ്ഞ കുഞ്ഞന്ന. മിന്നാമിന്നികൾ എമിലിയെ സമീപിച്ചു. കൊച്ചിനെ കിട്ടിയ? യോഹന്നാൻ കാറ്റിനെയും മഴയെയും തോൽപ്പിക്കുന്ന ഒച്ചയിൽ ചോദിച്ചു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നനഞ്ഞു കുതിർന്ന ശൗരി മഴവെള്ളം വലിക്കുന്ന എമിലിയുടെ തോളത്ത് പറ്റിച്ചേർന്നിരിക്കുന്നത് അവർ കണ്ടു. എങ്ങനെ കിട്ടിയടി? കുഞ്ഞന്ന ഓടി വന്ന് ചോദിച്ചു. അവർ വള്ളത്തെ കയറ്റിക്കൊണ്ടുപോയതാ. വള്ളം മറിഞ്ഞ് ഞാൻ കടലിലോട്ട് ഓടിക്കൊണ്ട് ചെന്നപ്പം എൻ്റെ കൊച്ചിനെ തെര കൊണ്ടുവന്ന് എൻ്റെ കാൽച്ചോട്ടിലോട്ട് വെച്ചു തന്ന്. എമിലി പറഞ്ഞത് കേട്ട് കുഞ്ഞന്ന മൂക്കത്ത് വിരൽ വെച്ചു. ഈ കടലെന്ന് വെച്ച സത്യമുള്ള കടലാണേ. ബെർണാഡ് അതിശയത്തോടെ പറഞ്ഞു. അത്തുങ്ക പുണ്യാളച്ചൻ ആരാ മോൻ? അത് അപ്പായിയുടെ കമൻ്റായിരുന്നു. മാതാവ് കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ല. റാഫേലപ്പൻ അതിനൊരു അടിവരയിട്ടു. അവന്മാരെവിടെ? ആരാ അവർ? എവിടുന്ന് വന്നു? കുടചൂടി വന്ന ആളുകൾ അന്യോന്യം തിരക്കി. ദാ കടലിന്ന് വള്ളം പിടിച്ചു കയറ്റാൻ നോക്കുന്നു. എമിലി കടലിലേക്ക് കൈ ചൂണ്ടി. ആളുകൾ കണ്ടു. വള്ളം ഒരു മാറ് കടലിലാണ്. അത് പിടിച്ചു കയറ്റാൻ വേണ്ടി തിരയോടെതിർത്ത് നീന്തി ചെല്ലുന്നവർ. ആരാ എന്താണെന്നൊന്നും നോക്കണ്ട. വള്ളത്തിൽ നിന്ന് തുഴയും വടിയും പെറുക്കിക്കൊണ്ട് വരുന്നടാ. ഇരുട്ടുവാക്കിന് നമുക്ക് 4 പെട കൊടുക്കാം. കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്ന വള്ളങ്ങളിൽ നിന്ന് ആളുകൾ കയ്യിൽ കിട്ടിയ തടിക്കഷ്ണങ്ങളൊക്കെ എടുത്തു. വള്ളം പിടിച്ചു കയറ്റാൻ പോയ സംഘം ഒരുവിധം വള്ളത്തിൻ്റെ കയർ പിടിച്ചെടുത്ത് ചുറ്റി കരയിലേക്ക് വലിക്കാൻ തുടങ്ങി. കമിഴ്ന്നു കിടക്കുന്ന വള്ളത്തിൽ നിന്ന് എഞ്ചിനും മറ്റു സാമഗ്രികളും കടലിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. വള്ളം വലിച്ച് കരയോടടുപ്പിച്ചപ്പോഴാണ് അവർ കണ്ടത്. കരയിൽ വളഞ്ഞു നിൽക്കുന്ന ആളുകൾ. ഇങ്ങോട്ടടുപ്പിക്കടാ വള്ളം.
യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ഐവർ സംഘം അപകടം മണത്ത് സംശയിച്ചു നിന്നു. അവന്മാർക്ക് കാര്യം മനസ്സിലായി. നമുക്കങ്ങോട്ട് ചെല്ലാം. ചെല്ലിക്കടപ്പുറം നിവാസികളുടെ സംഘം കടലിലേക്ക് ഇറങ്ങിച്ചെന്നു. വള്ളം പിടിച്ചു കയറ്റാൻ സഹായിക്കണോ? ബെർണാഡ് വിളിച്ചു ചോദിച്ചു. വള്ളക്കാർ വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല. ഒരു വൻ തിര വന്ന് പിൻവാങ്ങിയപ്പോൾ വള്ളവും ആൾക്കാരും പെട്ടെന്ന് കരയിലെടുത്തു വെച്ചതുപോലെയായി. വരുന്നിട റോബർട്ട് തുഴയുമായി മുൻപേ പാഞ്ഞു. അടുത്ത തിര എത്തുമ്പോഴേക്കും അടി തുടങ്ങി. തുഴകളും തടിക്കഷ്ണങ്ങളും കൊണ്ട് ചെല്ലിക്കടപ്പുറം നിവാസികൾ അവരെ പൊതിഞ്ഞാക്രമിച്ചു. തിരയടിച്ച് എല്ലാവരും അരയ്ക്കൊപ്പം വെള്ളത്തിലായി. കടലിൽ ഒലിച്ചു പോകുന്ന വള്ളം പിടിച്ചു കയറ്റാനുള്ള കഠിന പ്രയത്നത്താൽ വള്ളക്കാരുടെ സംഘം ക്ഷീണിതരായിരുന്നു. തുഴകളോടും തടിക്കഷ്ണങ്ങളോടും വെറും കൈയോടെ പോരാടി തളർന്ന് അവർ 4 പാടും ചിതറിയോടി. വള്ളം വീണ്ടും കടലിലേക്ക് ഊർന്നുപോയി. ചെല്ലിക്കടപ്പുറത്തുകാർക്ക് 2 പേരെ പിടുത്തം കിട്ടി. അവരെ അടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ച് മണൽപ്പരപ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം ചോദ്യം ചെയ്തു. തങ്ങൾ തോട്ടപ്പള്ളിയിൽ നിന്ന് വന്ന വള്ളക്കാരാണെന്നും എമിലിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കടലിൽ കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു ഉദ്ദേശമെന്നും ഏറെ തല്ലുകൊണ്ട ശേഷം അവർ ഏറ്റുപറഞ്ഞു. തോട്ടപ്പള്ളിക്കാർക്ക് എന്താടാ എമിലിയുടെ കൊച്ചുമായിട്ടൊരു ബന്ധം? ചുട്ട അടി കിട്ടിയപ്പോൾ അതും അവർ സമ്മതിച്ചു. സൈമൺ തരകൻ മുതലാളി ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. നാളെ പുലരുമ്പോൾ ആ കുഞ്ഞ് ചെല്ലിക്കടപ്പുറത്ത് കാണരുതെന്നാണ് മുതലാളിയുടെ കൽപ്പന. 10,000 രൂപയാണ് അതിന് കിട്ടുന്ന പ്രതിഫലം. സൈമൺ തരകന്റെ പേര് കേട്ടതും ചെല്ലിക്കടപ്പുറം നിവാസികൾ നിശബ്ദരായി. കൂടുതൽ ചോദ്യങ്ങളില്ലാതെ, കൂടുതൽ ഉത്തരങ്ങൾ തേടാതെ അവർ അവരവരുടെ കുടിയിടങ്ങളിലേക്ക് തിരിച്ചു നടന്നു. അക്കൂട്ടത്തിൽ തന്നെ കുഞ്ഞന്നെയും എമിലിയും തിരികെ പോയി. നനഞ്ഞൊലിച്ചു വന്ന അവരെ കാത്ത് വിൻസി തിണ്ണവാതുക്കൽ നിൽപ്പുണ്ടായിരുന്നു. എമിലിയുടെ തോളത്ത് കിടന്ന് ചിണുങ്ങുന്ന ശൗര്യയെ കണ്ടപ്പോൾ വിൻസിയുടെ മുഖം കനത്തു. എവിടുന്ന് കിട്ടി അതിനെ? വിൻസി കുഞ്ഞന്നയോട് ചോദിച്ചു. ഒന്നും പറയണ്ട, ഇതിനെ വളർത്താൻ കുറെ പാടുപെടും. കുഞ്ഞന്ന അകത്തേക്ക് കിടന്നു. പുറകെ വിൻസിയും പോയി. എമിലി താൻ വന്ന വഴിത്താരയിലെ ഇരുട്ടിലേക്ക് ഭീതിയോടെ നോക്കി. ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? അവൾ അകത്തു കയറി കുഞ്ഞിനെ തോർത്തുകൊണ്ട് തുടച്ചു. അവളും ഉടയാടകൾ മാറി ധരിച്ച് തോർത്തി. ശൗര്യയെ കൂടെ കിടത്തി. 2 കൈകൊണ്ടും പൊതിഞ്ഞു പിടിക്കുന്നതുവരെ തണുപ്പും വിറയലും കൊണ്ട് അവളുടെ പല്ലുകൾ കിടുകിടുക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് മുറിയിലെ കട്ടിലിൽ നിന്ന് വിൻസി കുഞ്ഞന്നയോട് ചോദിക്കുന്നത് അവൾ കേട്ടു. അവരങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ശല്യമൊഴിഞ്ഞേനെ. എന്തിനാ പുറകെ ചെന്ന് പിടിച്ചോണ്ടുവന്നേ? എന്തു കിട്ടാനാ? അവളുടെ മോനല്ലേടി. ആരുടെ മോൻ? സൈമൺ തരകന്റെ ജാരസന്തതി. അതിനെ ആർക്കു വേണം? പതുക്കെ പറ, അവള് കേൾക്കണ്ട. കുഞ്ഞന്നെ പിറുപിറുത്തു. എമിലി ശൗര്യയെ മൂടി പുതപ്പിച്ചു. ആ പുതപ്പുകൊണ്ട് അവളുടെ ചെവിയും കൂടി മൂടി. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, തൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടു കിട്ടിയല്ലോ. അതിൽ കൂടുതൽ വേറെന്ത് സമാധാനം? അവൾ ദീർഘമായി നിശ്വസിച്ചു. എമിലിയുടെ കുട്ടിയെ കൊല്ലാൻ സൈമൺ തരകൻ തോട്ടപ്പള്ളിയിൽ നിന്ന് വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നുവെന്നും രാത്രി അവരെത്തി വീട്ടിൽ അതിക്രമിച്ചു കയറി ശൗര്യക്കുട്ടിയെ ബലമായി എടുത്തുകൊണ്ടുപോയെന്നും കടലമ്മ അവർക്കെതിരെ ആഞ്ഞടിച്ച് ആ ഉദ്യമം പരാജയപ്പെടുത്തിയെന്നും അറിയാത്തവരായി. പിറ്റേന്ന് ചെല്ലിക്കടപ്പുറത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെല്ലിക്കടപ്പുറത്ത് 2 പട്ടികൾ തമ്മിൽ കുരച്ചാൽ അതിനർത്ഥം ഇതായിരുന്നു. അറിഞ്ഞോടെ ഇന്നലത്തെ സംഭവം? ഇന്നലെ കടലിൽ പോയി രാവിലെ മീനുമായി വന്ന വള്ളങ്ങളുടെ അണിയത്ത് പറന്നു ചെന്നിരുന്ന കാക്കകളും അതുതന്നെ പറഞ്ഞു. നിങ്ങളാരും അറിഞ്ഞില്ലല്ല. ഇന്നലെ രാത്രി ഈ കടപ്പുറത്ത് എന്തായിരുന്നു പുകില്? ചെത്തിക്കടപ്പുറത്തും അന്തേരിയിലും മാരാരിക്കടപ്പുറത്തും കാട്ടൂരും അർത്തുങ്കൽ കടപ്പുറത്തും പൊടുപ്പും തൊങ്ങലും വെച്ച് വാർത്തയെത്തി. അങ്ങനെ ആലപ്പുഴ ദേശത്തെ തീരവാസികൾ മുഴുവൻ അറിഞ്ഞു. കാരക്കാട്ട് സൈമൺ തരകന് തൈമാപ്പറമ്പിൽ ആഞ്ചലോസിൻ്റെ കെട്ടിയോൾ എമിലിയിൽ ഒരു മകൻ പിഴച്ചുണ്ടായി. അവൻ്റെ പേര് ശൗരി എന്നാണ്. അവൻ വളരുന്നത് അപമാനമാണെന്ന് കണ്ട് സൈമൺ തരകൻ തോട്ടപ്പള്ളിയിൽ നിന്ന് ഒരു വള്ളവും അത് നിറച്ച് വാടക ഗുണ്ടകളെയും അയച്ചു. അവർ നട്ടപ്പാതിരയ്ക്ക് ആഞ്ചലോസിൻ്റെ വീട് ആക്രമിച്ച് ശൗര്യയെ എടുത്ത് കടലിൽ കെട്ടിത്താഴ്ത്താൻ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കരമായ കാറ്റും മഴയും വന്നു. കടലമ്മ കോപിച്ച് തോട്ടപ്പള്ളിക്കാരുടെ വള്ളം മുക്കി. ശൗര്യയെ വലിയൊരു തിര അതിൻ്റെ മടിയിലെടുത്തുകൊണ്ടുവന്ന് എമിലിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കടല് സത്യമുള്ളതാണ്. ആ ശൗരി സത്യമുള്ള കുഞ്ഞാണ്. ചെല്ലിക്കടപ്പുറം സത്യമുള്ള കടപ്പുറമാണ്. വാർത്ത കാരക്കാട്ട് ബംഗ്ലാവിലും എത്തിയിട്ടുണ്ടായിരുന്നു. സൈമൺ തരകൻ നാണക്കേട് കാരണം ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഞായറാഴ്ച പള്ളിയിലും പോയില്ല. സൈമൺ തരകൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നപ്പോൾ എൽസമ്മ ഒട്ടുനേരം അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മടിയിൽ ശൗര്യയുടെ പ്രായമുള്ള ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. എന്താടി തുറച്ചു നോക്കണ? എങ്ങനെ തോന്നണ ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ?
എൽസമ്മ ചോദിച്ചു. ഞാൻ എന്നാ കാണിച്ചെന്ന്? ഇതിനെ കൊല്ലാൻ നിങ്ങൾക്ക് മനസ്സ് വരുമോ? സൈമൺ തരകനൊന്ന് ഞടുങ്ങി. എൽസമ്മയുടെ മടിയിലിരുന്ന് ആ കുഞ്ഞ് അയാളെ നോക്കി മോണകാട്ടി ചിരിച്ചു. ഇവനെപ്പോലെ അത് നിങ്ങളുടെ മോനല്ലേ? ആ കുഞ്ഞും ഈ കുഞ്ഞും തമ്മിൽ നിങ്ങൾക്ക് എന്നാ വ്യത്യാസം? ഒരേ ആശുപത്രിയിൽ, ഒരേ ലേബർ റൂമിൽ തലേന്നും പിറ്റേന്നുമായി ജനിച്ച കുഞ്ഞുങ്ങളല്ലേ? എങ്ങനെ തോന്നി വാടക കൊലയാളികളെ അയച്ച് ആ കുഞ്ഞിനെ കൊല്ലിക്കാൻ? ഞാൻ ആരെയും അയച്ചില്ല, കൊല്ലാനും പറഞ്ഞില്ല. സൈമൺ തരകൻ എൽസമ്മയുടെ മുഖത്തു നോക്കാതെ പിറുപിറുത്തു. പിന്നെ ഈ കടപ്പുറത്ത് ആളുകൾ മുഴുവൻ പാട്ടും പാടി നടക്കണതോ? എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ കണ്ണടച്ച നിങ്ങൾക്ക് മാത്രം ഇരുട്ട്. ഈ ലോകത്ത് ഇരുട്ടാവത്തില്ല. അപ്പോഴും എൽസമ്മയുടെ മടിയിലിരുന്ന് കുഞ്ഞ് അയാളെ നോക്കി ചിരിച്ചു. അവൻ്റെയും മാമോദിസ സൈമൺ തരകൻ കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഡാൻഡസ് എന്നാണ് അവനെ പള്ളിയിൽ നാമകരണം ചെയ്തത്. നിങ്ങൾ എന്തൊക്കെ ഒളിച്ചും മറച്ചും ചെയ്താലും എല്ലാം കണ്ടോണ്ട് മുകളിലൊരാളിരിപ്പുണ്ട്. അവന് ഇരുട്ടും വെളിച്ചവും ഇല്ലെങ്കിലും കാണാം. അവന് രാത്രിയും പകലും കാണാം. അവൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? സൈമൺ തരകൻ ദേഷ്യം മൂത്ത് ഇരുന്ന് ഞെരുപുരി കൊണ്ടു. വള്ളത്തിലാളെ വിട്ടിട്ട് എന്തായി? ഇത്തിരി പോന്ന കുഞ്ഞിനെ കൊല്ലാൻ പറ്റിയോ? ഇല്ലല്ല. വള്ളം മുങ്ങി, എഞ്ചിനും പോയി. പോയ ആൾക്കാർ കടപ്പുറംകാരുടെ തല്ലുകൊണ്ടു. കാരക്കാട്ടുകാർക്ക് ഇനി തലയും മുണ്ടിട്ടോണ്ട് നടക്കാറായല്ലോ. പോടി മോളെ. ചാടി എണീറ്റ് സൈമൺ തരകൻ അലറി. എന്നിട്ട് ചവിട്ടിത്തുള്ളി എണീറ്റ് പോയി. എൽസമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് ഡാൻഡസ് മുഖം തിരിച്ച് അവളെ നോക്കി. എന്താണമ്മേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? എൽസമ്മ അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് മന്ത്രിച്ചു. ഒന്നുമില്ലട ചക്കരെ, നിന്റെ അപ്പന് ദേഷ്യം. അവളുടെ സാന്ത്വന ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞ് ഡാൻഡസിന് സമാധാനമായി. എമിലിയോട് അയൽക്കാരിൽ പലരും ചോദിച്ചു. പോലീസിൽ പരാതി കൊടുത്തില്ലേ? ഇല്ല, എമിലി പറഞ്ഞു. അതെന്നാ കൊടുക്കാത്തത്? അയാൾ ഇനിയും നിന്റെ കൊച്ചിനെ കൊല്ലും. കൊലകാരന്മാരെ വിടും. പോലീസിൽ പരാതി കൊടുക്കണതാ നല്ലത്. വേണ്ട, എൻ്റെ കുഞ്ഞിനെ ദൈവം കാത്തോളും. സൈമൺ തരകനെതിരെ എമിലി പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞാൽ അതും ഒരു പുതുവാർത്തയായി പറഞ്ഞു നടക്കാമല്ലോ എന്ന് മാത്രമേ അയൽക്കാർ ആഗ്രഹിച്ചുള്ളൂ. കുഞ്ഞുണ്ണയോട് പരിചയക്കാരെല്ലാം ചോദിച്ചു. എമിലി പോലീസിൽ പരാതി കൊടുക്കണില്ലേ? നിങ്ങളുടെ വീട് കയറി ആക്രമണം കാട്ടിയതല്ലേ? ശൗര്യക്കുട്ടിയെ കൊല്ലാനും എടുത്തോണ്ട് പോയതല്ലേ? പോലീസ് വന്ന് അന്വേഷിക്കിട്ട്. സൈമൺ തരകനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനങ്ങുന്നത് കാണാൻ താൽപ്പര്യപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നല്ലോടി പോലീസിൽ പരാതി കൊടുക്കാൻ. നീ എന്ത് തീരുമാനിച്ചു? വേണ്ട, സൈമൺ മുതലാളിയുടെ വീട് തന്നെ പോലീസ് സ്റ്റേഷൻ. സൈമൺ മുതലാളി തന്നെ പോലീസ്. അവിടുന്ന് നീതി കിട്ടുമോ? ഇല്ലെന്ന് കുഞ്ഞന്നയ്ക്കും അറിയാകിയല്ല. എമിലി ശൗര്യയെയും എടുത്ത് പള്ളിയിലേക്ക് പോയി. വികാരി അച്ഛനെ കണ്ട് സങ്കടം പറഞ്ഞു. സൈമൺ മുതലാളിയുടെ കുഞ്ഞാ ഇത്. ഇതിൻ്റെ അപ്പൻ ഇതിനെ വളർത്തണ്ട. പക്ഷെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിലോ? അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. സൈമൺ തരകനോട് ഞാൻ സംസാരിച്ചോളാം. പള്ളിയിലേക്ക് വിളിച്ചാൽ സൈമൺ തരകൻ വന്നില്ലെങ്കിൽ അത് തനിക്ക് ക്ഷീണമാകുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ സൈമൺ തരകൻ്റെ വീട്ടിലേക്ക് ചെന്നു. വികാരി അച്ഛൻ വീട് സന്ദർശിക്കാനെത്തിയത് സൈമൺ തരകന് വലിയ ആശ്ചര്യവും സന്തോഷവുമേകി. അച്ഛൻ സൈമൺ തരകനും ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥന ചൊല്ലി. കുഞ്ഞു ഡാൻഡസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പോരാൻ നേരം സൈമൺ തരകനോട് അച്ഛൻ പറഞ്ഞു. എമിലി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. കാരണം നീ പോലീസുകാരെ സ്വാധീനിക്കുമെന്നും പോലീസ് നിന്റെ ഭാഗത്തെ നിൽക്കൂ എന്നും അവൾക്കറിയാം. സൈമൺ തരകൻ കണ്ണു ചിമ്മി. അച്ഛൻ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന വാചകം അയാളുടെ നാവിലേക്ക് വരും മുൻപേ അച്ഛൻ വീണ്ടും പറഞ്ഞു. പക്ഷേ നിന്റെ പോലീസുകാരേക്കാൾ വലിയ പോലീസുകാരൻ മുകളിലിരിക്കുന്നു. നിന്റെ മനസ്സിലും നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലുമുള്ള സകല കുറ്റങ്ങളും അവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ കയ്യിലുള്ള ഒരു തെളിവ് പോലും എത്ര പണം കൊടുത്താലും നിനക്ക് മായ്ക്കാൻ പറ്റില്ല സൈമൺ. അവനേക്കാൾ വലിയ പോലീസുകാരനും വക്കീലും ന്യായാധിപനും ഈ പ്രപഞ്ചത്തിലില്ല. എൽസമ്മ അത് സമ്മതിച്ച് തലയാട്ടി. സൈമൺ, നീ ഒരു കുഞ്ഞിന് വധശിക്ഷ വിധിക്കുമ്പം ദൈവം നിന്നെ വിധിക്കാൻ 10 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു കഴിഞ്ഞിരിക്കും. അച്ഛൻ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി നടന്നു. കൊച്ചു ശൗരി മുട്ടുകാലിൽ എഴഞ്ഞു തുടങ്ങി. ആദ്യം പതിയെ പതിയെയുള്ള ഇഴച്ചിലായിരുന്നു. അവൻ്റെ കാൽമുട്ടുകൾ തറയിൽ ഉരഞ്ഞു തഴമ്പിച്ചു. അവൻ്റെ വേഗത വർദ്ധിച്ചു. ഡെന്നിച്ചൻ ഓടുന്നത്ര സ്പീഡിൽ അവൻ മുട്ടുകാൽ അടുപ്പിച്ച് കൈ കുത്തിപ്പായും. ജാനറ്റിനോടും ഡെന്നിച്ചനോടുമാണ് അവൻ്റെ കളി. അവരോടാണ് അവൻ്റെ നാവു തിരിയാത്ത വർത്തമാനങ്ങൾ. വിൻസിയുടെ അടുത്ത് അവൻ പോകാറേയില്ല. വിൻസി അവനെ കണ്ണുരുട്ടി കാണിക്കും. മോന്ത കൂർപ്പിച്ച് കൈവിരലുകൾ വിടർത്തി അവനെ മാന്താൻ അടുക്കുന്ന ആംഗ്യം കാട്ടി പേടിപ്പിക്കും.
പോ എന്ന് ശബ്ദമില്ലാതെ ആട്ടും. കൈ ചുരുട്ടി ആംഗ്യം കാട്ടി ഇടിക്കുമെന്ന് ഭയപ്പെടുത്തും. ആദ്യമൊക്കെ ശൗരിക്ക് അത് കാണുമ്പോൾ ചിരിയായിരുന്നു. അവൾ അവനെ രസിപ്പിക്കാൻ വേണ്ടി ഗോഷ്ഠികൾ കാണിക്കുന്നു എന്നാവാം അവൻ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം അവൾ ആരും കാണാതെ അവൻ്റെ തലയ്ക്ക് ഒരടി വെച്ചു കൊടുത്തു. ശൗരി ഞെട്ടിക്കരഞ്ഞു. എമിലി വീട്ടിലില്ലായിരുന്നു. കടപ്പുറത്തെ ടീ സ്റ്റാൾ അവളും കുഞ്ഞന്നയും കൂടിയാണ് നടത്തുന്നത്. ആരെങ്കിലും ഒരാൾ എപ്പോഴും ടീ സ്റ്റാളിൽ നിൽക്കും. കുഞ്ഞന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുവന്ന് വിൻസിയോട് ചോദിച്ചു, എന്തിനാ കൊച്ചു കരഞ്ഞത്? ആ, എനിക്കെങ്ങനെ അറിയാം? വിൻസി കൈമലർത്തി. ചുമ്മാതവൻ കരയത്തില്ലല്ലോ. ഉറുമ്പ് വല്ലതും കടിച്ചു കാണും. തലയിൽ കൈവച്ചാണല്ലോ കരയുന്നത്. അമ്മ ചോദിക്ക് എന്താണെന്ന്. എന്താടെ ശൗരിക്കൊച്ചേ, നീ എന്തിനാ തൊള്ള കീറണത്? കുഞ്ഞന്ന ചോദിച്ചു. ശൗരിക്കറിയില്ല എന്തു പറയണമെന്ന്. അവൻ്റെ ഭാഷാ നിഘണ്ടുവിൽ വാക്കുകൾ ഇതൾ വിടർന്നിട്ടില്ല. അവന് കരയാൻ മാത്രമേ അറിയൂ. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി. കുഞ്ഞന്ന പോയി കഴിഞ്ഞപ്പോൾ വിൻസി വീണ്ടും അവനെ കണ്ണുരുട്ടി കാണിച്ചു. അവൻ മുട്ടുകാലിൽ നീന്തി മുറിയുടെ കോണിൽ ചെന്ന് തല താഴ്ത്തിയിരുന്നു. അവൻ എല്ലാവരോടും പിണങ്ങിക്കഴിഞ്ഞു. വിൻസി ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അവൻ അവളെ കൺകോണുകൾ കൊണ്ടു നോക്കി. എന്നിട്ട് കെറുവിച്ച് തല താഴ്ത്തിയിരുന്നു. അവന് വിൻസിയുടെ കൂട്ട് ഇനി വേണ്ട. അവനിനി ഒരിക്കലും അവളോട് ഇഷ്ടം കൂടുകയില്ല. പിശാചേ! വിൻസി അവനെ വിളിച്ചു. ആദ്യമൊന്നും നോക്കാതെ ബലം പിടിച്ചിരുന്നെങ്കിലും വിൻസി വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ അവൻ തലതിരിച്ചു നോക്കി. അപ്പോൾ അവൾ ചിരിക്കുന്നു. തന്നോട് അവൾക്ക് ദേഷ്യമില്ലേ? പിണക്കം മാറിയോ? ഇഷ്ടം കൂടിയോ? അവന് സംശയമായി. അവൾ വീണ്ടും ചിരിക്കുന്നു. ഉടൻ അവനും ചിരി വന്നു. എന്നാൽ കൂട്ടുകൂടിയേക്കാമെന്നായി. ഇങ്ങു വാ പിശാചേ! വിൻസി കൈകാട്ടി വിളിച്ചപ്പോൾ അവൻ മുട്ടുകാലുകളിൽ നീന്തി അവളുടെ കാൽച്ചുവട്ടിൽ ചെന്നു. വിൻസി അവൻ്റെ മുന്നിലേക്ക് കുനിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടി ചൂണ്ടുവിരൽ വിറപ്പിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പല്ല് കടിച്ചു പറഞ്ഞു, കരഞ്ഞ ഒച്ച വെച്ച ശരിപ്പെടുത്തി കളയും നിന്നെ ഞാൻ, കൊച്ചു പിശാചേ! അവൾ ശരിക്കും ദേഷ്യപ്പെട്ടതാണോ എന്നറിയാൻ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താടാ മിഴിച്ചു നോക്കുന്നേ? അവളുടെ ദേഷ്യം കണ്ട് അവൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് കരയാൻ ചുണ്ടുകൾ വിതുമ്പി. അയ്യോടാ കരയിലേട മുത്തേ എന്ന് പറഞ്ഞ് അവൾ പല്ലിളിച്ചു കാട്ടി. അത് കണ്ട് അവൻ്റെ വിതുമ്പിക്കൊണ്ടിരുന്ന ചുണ്ടുകൾ പെട്ടെന്ന് പുഞ്ചിരിയിലേക്ക് തെന്നിമാറി. അടുത്ത നിമിഷം കണ്ണീരടർന്നു വീഴുകയും ചെയ്തു. ചിരിയും കണ്ണീരും വിതുമ്പലും ഇടകലർന്നു വരുന്നതിനിടയിൽ വിൻസി അവൻ്റെ അകംതുടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തിട്ട് എണീറ്റ് സ്ഥലം വിട്ടു. ശൗരിയുടെ കരച്ചിൽ കേട്ട് കുഞ്ഞന്ന വിൻസിയെ വിളിച്ചു. എന്തിനാടി കൊച്ചു കരയുന്നേ? അമ്മേ, ഞാൻ പെരയ്ക്കകത്തല്ല, പിന്നാമ്പ്രത്താ, വിൻസി വിളിച്ചു പറഞ്ഞു. കുഞ്ഞന്ന ചെന്ന് നോക്കുമ്പോൾ ശൗരി ഏങ്ങലടിച്ച് കരയുകയാണ്. എന്തിനാ കരയണേ? നിനക്കെന്നാ പറ്റി? ശൗരി അകന്തുട തൊട്ട് കാണിച്ചു. അവിടെ ചുവന്ന് തിണർത്തിരുന്നു. അയ്യോടാ, ഉറുമ്പ് കടിച്ചോ? സാരമില്ല കേട്ടാ. കുഞ്ഞന്ന അവിടെ തടവിക്കൊടുത്തു. മതി കരഞ്ഞത്, നിർത്ത്. കുഞ്ഞന്ന എഴുന്നേറ്റ് പോയി. ശൗരി മുട്ടുകാലിൽ നീന്തി തിണ്ണയിലിറങ്ങി. അവിടെ തിണ്ണയറ്റത്തെ തൂണിനരികെ ചെന്ന് താഴേക്ക് കാലും തൂക്കിയിരുന്നു. കണ്ണീരൊലിച്ച് കവിളും മൂക്കളയൊലിച്ച മേൽചുണ്ടും പുറം കൈകൊണ്ട് തുടച്ചിട്ട് അവൻ പുറം ലോകത്തെ നോക്കി. സന്തോഷപ്പെടാനായി ഒന്നും തന്നെ അവൻ കണ്ടില്ല. പെട്ടെന്ന് എന്തിനെന്നറിയാതെ അവൻ ഏങ്ങലടിച്ചു. അത് തീരാതെ അവശേഷിച്ച ഏതോ കരച്ചിലിൻ്റെ ബാക്കിയായിരുന്നു. അധ്യായം 6. തിണ്ണയിൽ നിന്ന് തനിയെ മുറ്റത്തേക്കിറങ്ങാൻ ഇതുവരെ ശൗരിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. തറനിരപ്പിൽ നിന്ന് 2 അടിയോളം ഉയർന്നാണ് തിണ്ണ. മുറ്റത്തേക്കിറങ്ങാൻ ശൗരി തൻ്റേതായ നിലയിൽ ചില അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട്. ഒരു തവണ കാല് രണ്ടും തിണ്ണയ്ക്ക് താഴേക്ക് തൂക്കിയിട്ട് നിരങ്ങി നോക്കി. അത് ഏറെക്കുറെ വിജയിച്ചുവെന്ന് തോന്നിയ ഘട്ടത്തിൽ ശൗരി തിണ്ണയിലെ പിടുത്തം വിട്ട് ഊർന്ന് മുറ്റത്തേക്ക് കമിഴ്ന്നടിച്ചു വീണു. മൂക്കും താടിയും മണ്ണിൽ ചെന്നിടിച്ചു. ശൗരിയുടെ കണ്ണിൽ ആകാശവും ഭൂമിയും ഉരുണ്ടു. ശൗരി തൊള്ള കീറി ഒറ്റക്കരച്ചിൽ. എന്നതാടി കൊച്ചു കരയണല്ലോ? കുശിനിയിൽ നിന്ന് കുഞ്ഞന്നെ വിളിച്ചു ചോദിച്ചു. അതിനെപ്പോഴും മോങ്ങാനല്ലേ നേരമുള്ളൂ? വിൻസി ചെന്ന് നോക്കിയപ്പോൾ ശൗരി മണ്ണിൽ വീണ് കിടന്ന് ആകാശം നോക്കി അലറുകയാണ്. അവിടെ കിടന്ന് കരയട്ടെ എന്ന് കരുതി വിൻസി നോക്കി നിന്നു. കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ട് കുഞ്ഞന്നെ വന്നു നോക്കി. എടി, കൊച്ചു മുറ്റത്ത് വീണല്ലോടി. കുഞ്ഞന്നെ പരിഭ്രാന്തിയായി. ആ വീണു. അതിനെ പിടിച്ച് എണീപ്പിച്ച് വല്ലതും പറ്റിയൊന്ന് നോക്കാനുള്ളതിന് വായും തുറന്ന് നോക്കി നിൽക്കുവാണോ? അതിനോട് ആര് പറഞ്ഞു മുറ്റത്ത് വീഴാൻ? കുഞ്ഞുങ്ങളായ അടങ്ങിയിരിക്കണം. കുഞ്ഞന്ന ഇറങ്ങിച്ചെന്ന് ശൗരിയെ വാരിയെടുത്ത് കുടഞ്ഞു. അതിൻ്റെ ചുണ്ടിലും വായിലുമെല്ലാം മണ്ണ്. പോട്ടെ, സാരമില്ല. എൻ്റെ ശൗരിക്കുട്ടി കരയണ്ടാട്ടോ. അമ്മാമ്മച്ചി എൻ്റെ മോന് കാറ്റാടി ഉണ്ടാക്കി തരാമല്ലോ. പിടിച്ചു നിർത്തിയ പോലെ ശൗരിയുടെ കരച്ചിൽ നിന്നു. കാറ്റാടി അവന് പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ്.
അമ്മാമ്മച്ചി തെങ്ങോല കൊണ്ട് വല്ലപ്പോഴും കാറ്റാടി ഉണ്ടാക്കി അവന് കൊടുക്കാറുണ്ട്. പടിഞ്ഞാറ് കടൽപ്പരപ്പിന് മീതെ കൂടി വീശി വരുന്ന കാറ്റിനെതിരെ ഈർക്കിലിൽ കൊരുത്ത കാറ്റാടി കറങ്ങിത്തുടങ്ങും. അമ്മാമ്മച്ചി കാറ്റാടി ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അവൻ കമിഴ്ന്നടിച്ചുള്ള ആ വീഴ്ചയുടെ വേദനയും സങ്കടവുമെല്ലാം മറക്കാൻ തയ്യാറാണ്. കുഞ്ഞന്ന അവൻ്റെ വായും മുഖവും നല്ലപോലെ കഴുകി വായിലെ മണ്ണ് തുപ്പിക്കളയിപ്പിച്ചു. ചുണ്ട് അല്പം പൊട്ടി ചോര പൊടിയുന്നുണ്ടായിരുന്നു. എന്നാ വീഴ്ചയാ കൊച്ചേ നീ വീണത്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തിണ്ണയുടെ വിളമ്പത്ത് പോയി നിൽക്കല്ലെന്ന്. കേൾക്കത്തില്ല. അവനെ ശാസിച്ച് പിന്നാമ്പുറത്തേക്ക് തുറന്നിട്ട വാതിലിൻ്റെ പടിയിൽ കൊണ്ട് ചെന്നിരുത്തിയിട്ട് കുഞ്ഞന്ന വേറെ പണിക്ക് പോയി. എല്ലാ വേദനയും സഹിച്ച് കാറ്റാടി കിട്ടുമല്ലോ എന്ന് കരുതി ശൗരി കാത്തിരുന്നു. കുഞ്ഞന്ന ടീഷോപ്പിൽ ചെന്ന് കൊണ്ടുവന്ന കരിപ്പാത്രങ്ങൾ പിന്നാമ്പുറത്തിട്ട് തേച്ചു കഴുകുകയാണ്. ശൗരി കുറേ നേരം കാത്തു. പിന്നെ ഏത് സ്ഥായിയിലാണ് കരച്ചിൽ നിർത്തിവെച്ചത് അതേ സ്ഥായിയിൽ നിന്ന് തന്നെ പുനരാരംഭിച്ചു. കുഞ്ഞന്ന തല തിരിച്ചു നോക്കിയപ്പോൾ ശൗരി ഇപ്പോൾ നിലത്തു വീണമട്ടിലിരുന്ന് കരയുന്നു. ഇതെന്താണ്? സ്വിച്ചിട്ട പോലെ. കുഞ്ഞന്നയ്ക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. കാറ്റാടിയുടെ കാര്യം അവർ മറന്നുപോയി. ശൗരിക്കാണെങ്കിൽ അത് പറയാനുള്ള ഭാഷയും വശമായിട്ടില്ല. അവൻ കണ്ണീർ തുളുമ്പിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ ഇരുന്ന് കരയെ. കുഞ്ഞന്ന ശൗരിക്കുട്ടിയെ അവൻ്റെ പാട്ടിന് വിട്ട് തൻ്റെ പണിയിൽ മുഴുകി. ശൗരിക്കുട്ടിയുടെ രണ്ടാമത്തെ പരിശ്രമം 2 ആഴ്ചയ്ക്ക് ശേഷമായിരുന്നു. ഒരു കാൽ തിണ്ണയിൽ വെച്ച് കമിഴ്ന്നു കിടന്ന് മറ്റേ കാൽ മുറ്റത്തേക്ക് തൂക്കിയിട്ട് തുഴഞ്ഞു നോക്കി. എത്തുന്നില്ല. അല്പം കൂടി ഊർന്ന് കാൽ മണ്ണിലെത്തിക്കാൻ പാദം കൊണ്ട് വായുവിൽ ചുരമാന്തി. എന്നിട്ടും എത്തുന്നില്ല. മറ്റേ കാൽ തിണ്ണയ്ക്ക് മീതെ ഉടക്കി നിൽക്കുകയാണ്. ശൗരി തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ബാലൻസ് പോയി തിണ്ണയിൽ അള്ളിപ്പിടിച്ച കൈ രണ്ടും ഊർന്നുറന്നു പോരുന്നു. മുക്കലും മൂളലും ഞരങ്ങലും കേട്ട് വിൻസി വന്ന് നോക്കുമ്പോൾ ശൗരി താഴോട്ടും വയ്യ മേലോട്ടും വയ്യാതെ കുടുങ്ങിയ അവസ്ഥയിലാണ്. സകല കരുത്തുമെടുത്ത് തിണ്ണയിൽ അള്ളിപ്പിടിക്കുന്നുണ്ട്. വിൻസിയെ ദയനീയമായി നോക്കി. ഒരു കൈ സഹായിച്ചാൽ അവൾക്ക് പിടിച്ചു കയറ്റാവുന്നതേയുള്ളൂ. പക്ഷേ അവൾ കണ്ട് രസിക്കുകയാണ്. ഇപ്പം വീഴും, ഇപ്പം വീഴും, വീഴട്ടെ, വീഴട്ടെ. വിൻസി അവൻ്റെ മനസ്സിടിച്ചു താഴ്ത്തി. കണ്ണു നിറഞ്ഞ് ഞരങ്ങിക്കരഞ്ഞ് അവസാനത്തെ 4 പേരും പിഴുതു വീഴുന്ന ചെടി പോലെ കൈകളൂർന്ന് ശൗരി മുറ്റത്തേക്ക് മലർന്നടിച്ചു വീണു. ഇത്തവണ ആകാശം ഉരുണ്ടുപോയില്ല. വായിൽ മണ്ണ് കയറുകയോ ചുണ്ടുപൊട്ടുകയോ മൂക്കു ചതയുകയോ ചെയ്തില്ല. ശൗരി 2-4 നിമിഷം ആകാശം നോക്കി അങ്ങനെ കിടന്നു. ശൗരി കരയുന്നുണ്ടോ എന്ന് വിൻസി കാത്തു. ഇല്ല, കരച്ചിലില്ല. അവൾ മുറ്റത്തേക്കിറങ്ങി ഒരു വടി ഒടിച്ചെടുത്തിട്ട് ഒറ്റക്കൈയിൽ ശൗരിയെ തൂക്കിയെടുത്തു. എന്നിട്ട് ഇളം തുടയിൽ 2 അടി വെച്ചു കൊടുത്തു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മുറ്റത്തോട്ട് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ, വീഴും വീഴുമെന്ന്. അനുസരണക്കേട് അല്ലേടാ? അത് കൊള്ളത്തില്ലല്ലോ. വിൻസി ശൗരിയെ മാത്രമല്ല തല്ലുന്നത്, കാരക്കാട്ട് സൈമൺ തരകനെ കൂടിയാണ്. കാരക്കാട്ട് ബംഗ്ലാവിൽ വസിക്കുന്ന സകല മനുഷ്യരെയുമാണ്. കടലിൽ അപ്രത്യക്ഷനായ അവളുടെ പ്രിയപ്പെട്ട ആഞ്ചലോ ചായൻ്റെ വിധവയെയും കൂടി അവൾ 2 അടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടി കിട്ടിയതും ശൗരി പുളഞ്ഞു കരഞ്ഞു. അപ്പോഴും കുഞ്ഞന്നെ ഓടിയെത്തി. എന്തിനാണടി കൊച്ചു കരയുന്നേ? പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന ശൂലം. തിണ്ണേന്ന് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് എത്ര പറഞ്ഞാതാ. ഇപ്പം ദേ തലകുത്തി താഴെ വീണു. കടിക്കുന്ന ഉറുമ്പുകളെ തൂത്തുകളയും പോലെ ശൗരി പുറംതുട 2 തിരുമ്മിക്കൊണ്ടാണ് കരച്ചിൽ. കുഞ്ഞന്നെ വന്നു നോക്കിയപ്പോൾ തുട 2ലും വടിയുടെ പാട് തിണർത്തു കിടപ്പുണ്ട്. നീ എന്തൊരടിയാ വിൻസി കൊച്ചിനെ അടിച്ചത്? നിനക്ക് ഇത്രയ്ക്ക് മനസാക്ഷിയില്ലേടി? ആ, എനിക്ക് മനസാക്ഷി ഇത്തിരി കുറവാ. നീ കല്യാണം കഴിച്ച് കൊച്ചുണ്ടാവുമ്പോൾ ആരെങ്കിലും അതിനെയും പിടിച്ച് തല്ലും കേട്ടോ. ഇതിനൊന്നും മറുപടി കിട്ടാണ്ട് ഭൂമിയിൽ നിന്ന് പോവത്തില്ല. കുഞ്ഞന്നെ മുന്നറിയിപ്പ് കൊടുത്തു. അവർ ശൗരിക്കുട്ടിയുടെ തുടയിലെ പാടുകളിൽ തടവിക്കൊടുത്തു. എന്നിട്ട് പതിവ് പോലെ പറഞ്ഞു, അമ്മാമ്മച്ചി, എൻ്റെ ശൗരിക്കുട്ടിക്ക് കാറ്റാടി ഉണ്ടാക്കി തരാമല്ലോ, കരയണ്ടാട്ടോ. ശൗരി അപ്പോഴും അത് വിശ്വസിച്ച് കരച്ചിൽ നിർത്തി. അർത്തുങ്കൽ പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. കേരളക്കരയിലെമ്പാട് നിന്നും പെരുന്നാൾ കൂടാൻ ആളുകൾ എത്തുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കുമിടയ്ക്ക് ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ താമസിച്ചുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷിക്കുക. ഒരു പരിചയവുമില്ലെങ്കിൽ പോലും അർത്തുങ്കൽ നിവാസികൾ തീർത്ഥാടകരെ തങ്ങളുടെ വീടുകളിലേക്ക് അതിഥികളായി സ്വീകരിക്കാറുണ്ട്. റെജീന ഒരു ദിവസം മുൻപേ തന്നെ ആഞ്ചലോസിൻ്റെ വീട്ടിലെത്തി. റെജീന കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊണ്ടാണ് വന്നത്. വന്നയുടനെ അത് ജാനറ്റിനും ഡെന്നിച്ചനും വീതിച്ചു കൊടുത്തു. നീ ആ ഇളയ കൊച്ചിന് കൊടുത്തില്ലല്ലോ റെജീനെ. കുഞ്ഞന്നയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. ആ, ഞാനതിനെ കണക്ക് കൂട്ടിയിട്ടില്ല. റെജീന പിറുപിറുത്തു. അതും നിന്റെ ചേച്ചി പെറ്റ സന്തതി തന്നല്ലേ, പിന്നെന്താ വേർകൃത്യം? ഞാനതിനെ അങ്ങനെ കണ്ടിട്ടില്ല.
റെജീനെ, കുഞ്ഞുങ്ങളുടെ മനസ്സ് നൊന്താ നിനക്ക് തന്നെയാ ദോഷം. എനിക്കൊരു ദോഷവും വരാനില്ല. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. ഈ വീട്ടിൽ വന്നപ്പോഴൊന്നും റെജീന ശൗര്യയെ പരിഗണിച്ചിട്ടില്ല. എമിലി കടപ്പുറത്തെ ടീ ഷോപ്പിലാണ്. അതാണ് ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു വരുമാന മാർഗം. മുളയും പൈപ്പ് കഷ്ണങ്ങളും കൊണ്ട് തൂണും മേൽക്കൂരയും ഉണ്ടാക്കി നീല ടാർപോളിനിട്ട് മേഞ്ഞു മറച്ച ആ ടീ ഷോപ്പ് മോശമായ കാലാവസ്ഥയുടെ ആദ്യ സൂചനയിൽ തന്നെ നിലംപൊത്തും. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കും എന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് കിട്ടിയാൽ ഉടൻ എമിലിയും കുഞ്ഞന്നയും കൂടി ടാർപോളിൻ ഷീറ്റുകൾ അഴിച്ചുമാറ്റും. ഇല്ലെങ്കിൽ കാറ്റടിച്ച് അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. കടലിൽ പണിക്ക് പോകുന്നവർക്കും പണി കഴിഞ്ഞു വരുന്നവർക്കും ചായയും പലഹാരങ്ങളും എമിലിയുടെ കടയിൽ കിട്ടും. സഹായത്തിന് കുഞ്ഞന്ന മാത്രമേയുള്ളൂ. മീൻ വാങ്ങാൻ വരുന്നവരും എമിലിയുടെ കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ട്. റെജീന വന്ന വിവരം കുഞ്ഞന്ന തന്നെ വന്ന് എമിലിയെ അറിയിച്ചു. എമിലി ടീ ഷോപ്പ് കുഞ്ഞന്നയെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി. ജാനറ്റും ഡെന്നിച്ചനും മിഠായി കിട്ടിയ സന്തോഷത്തിൽ തിണ്ണയിലിരുന്ന് അത് തിന്നുന്നുണ്ടായിരുന്നു. ശൗരി കൊതിയോടെ അതും നോക്കി അല്പം മാറിയിരിപ്പുണ്ട്. അകന്നിരിക്കുന്നതുകൊണ്ടാണ് തനിക്ക് മിഠായി കിട്ടാത്തതെന്ന് കരുതി ശൗരി മുട്ടുകാലിൽ നീന്തി ജാനറ്റിൻ്റെയും ഡെന്നിച്ചിൻ്റെയും അരികെ വന്നിരുന്നു. എന്നിട്ട് കൊതിയോടെ അവരെ മാറി മാറി നോക്കി. ജാനറ്റും ഡെന്നിച്ചനും മിഠായിയുടെ വർണ്ണക്കടലാസ് പൊതി തുറക്കുമ്പോൾ ശൗരിയുടെ വായിൽ വെള്ളം മൂറുന്നുണ്ട്. ഇത്തവണ അതിലൊരെണ്ണം തനിക്കും തരുമെന്ന് വിചാരിച്ച് അവൻ അവരെ നോക്കി ഇടതു കൈയ്യൻ്റെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് ചിരിച്ചു കാണിക്കും. കൊതിയൻ്റെ നോട്ടം കണ്ടോ? ഡെന്നിച്ചൻ അത് കാണുന്നുണ്ട്. എന്നിട്ട് ജാനറ്റിനോട് പറയുകയാണ്, ചേച്ചി അവന് മിഠായി കൊടുക്കല്ല. ജാനറ്റും അത് കാണുന്നുണ്ട്. ഡെന്നിച്ചൻ ഓരോ മിഠായിയും വർണ്ണക്കടലാസ് അഴിച്ചിട്ട് ആ മിഠായി ശൗരിയെ കാണിക്കും. ശൗരി കൊതി പോണ്ട് നോക്കുമ്പോഴേക്കും അവനത് വായിലിടും. എമിലി വന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. എമിലിയെ കണ്ടതും ശൗരിക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. എൻ്റെ മോന് മുട്ടായി കിട്ടിയില്ലേടാ എന്ന് എമിലി ചോദിച്ചതേയുള്ളൂ. അവൻ വിങ്ങി വിതുമ്പി ഒറ്റക്കരച്ചിൽ. എമിലി ശൗരിക്കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ട് ജാനറ്റിനോട് പറഞ്ഞു, ശൗരിക്കുട്ടിക്ക് മുട്ടായി കൊടുത്തില്ലേടി? ഇല്ലെന്ന് ജാനറ്റ് തലയാട്ടി. ഒരെണ്ണം കൊടുക്കടി. തീർന്നുപോയി, ജാനറ്റ് പറഞ്ഞു. ഡെന്നിച്ചൻ്റെയും ജാനറ്റിൻ്റെയും ചുറ്റിലും ഒഴിഞ്ഞ മിഠായി കടലാസുകളാണ്. ഈ കുഞ്ഞു വായി നോക്കിയിരുന്നിട്ട് ഒരെണ്ണം പോലും കൊടുക്കാൻ തോന്നിയില്ലല്ലോടി ദുഷ്ടത്തി. എമിലി ജാനറ്റിൻ്റെ ചെവി പിടിച്ച് തിരുമ്മി വിട്ടു. ജാനറ്റ് കെറുവിച്ച് അകത്തേക്ക് കയറിപ്പോയി. എമിലി ഡെന്നിച്ചനെ നോക്കി, ഇവിടെ വാടാ. വേണ്ട, അവൻ അപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. എമിലിയുടെ കയ്യിൽ നിന്ന് ശൗരി തിണ്ണയിലേക്ക് ഊർന്നിറങ്ങി. ഓരോ മിഠായി കടലാസും എടുത്തു നോക്കി. അതിൽ ഒന്നുമില്ലെന്ന് കണ്ട് മുറ്റത്തേക്കിട്ടു. എന്നിട്ട് എല്ലാവരോടും പിണങ്ങിയ മട്ടിൽ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ പോയിരുന്നു. എമിലി കയ്യിലുണ്ടായിരുന്ന നനഞ്ഞ തോർത്തുകൾ മുറ്റത്തെ അഴയിലേക്ക് വിരിച്ചിട്ടു. റെജീന വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ചേച്ചി ഇങ്ങ് വന്നായിരുന്നോ? ഞാൻ കടപ്പുറത്തോട്ട് വരാൻ പോവുമായിരുന്നു. റെജീന കുശലം പറഞ്ഞു. എമിലി അനുജത്തിയെ രൂക്ഷമായി നോക്കി. ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കണ? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? നീയാണോടി ആ പിള്ളേർക്ക് മുട്ടായി വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്തത്? അതെ, അതിനെന്താ? ആ ശൗരിക്കുട്ടിക്ക് ഒരു മുട്ടായി കൊടുക്കാൻ നിനക്ക് തോന്നിയോടി? അതല്ലേടി ഏറ്റവും ഇളയത്? അല്ല, ഡെന്നിച്ചനാ. റെജീന മുഖം വീർപ്പിച്ച് പറഞ്ഞു. ഡെന്നിച്ചനോ? നിനക്കെന്താ പ്രാന്താ? ഡെന്നിച്ചന് വയസ്സ് 2 പോണ. 9 മാസേ ആയിട്ടുള്ളൂ ശൗരിക്കുട്ടിക്ക്. എൻ്റെ കണക്കിൽ എമിലി ചേച്ചിക്ക് 2 കുട്ടികളേ ഉള്ളൂ, ജാനറ്റും ഡെന്നിച്ചനും മാത്രം. നീ ഒരു നേഴ്സല്ലേടി? നിനക്കിങ്ങനെ വേർതിരിവ് കാണിക്കാൻ കൊള്ളുവാ? ഞാനൊരു നേഴ്സായതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കറിയാം. നിനക്കെന്തറിയാമെന്നാ പറഞ്ഞുകൊണ്ട് വരുന്നേ? എൻ്റെ മോനല്ലെന്നോ? എമിലി അമ്പരന്നു. അതെ, അല്ലെന്ന് തന്നെയാ പറഞ്ഞത്. പിന്നെ ആരുടെ മോനാടി ശൗരിക്കുട്ടി? കാരക്കാട്ട് സൈമൺ തരകൻ്റെ. അയാളുടെ വീട്ടിൽ വളരേണ്ടവനാ ഇവൻ, റെജീന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എമിലി അന്തം വിട്ട് റെജീനയെ നോക്കി. അധ്യായം 7. എമിലിയുടെ നോട്ടവും കണ്ണിലെ സംശയവും കണ്ട് റെജീന പെട്ടെന്നങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി, ഒരു കൊച്ചുണ്ടായ അതിന് ചെലവിന് കൊടുക്കേണ്ടതാരാ? അതിൻ്റെ അപ്പൻ. ശൗരിക്കുട്ടിയുടെ അപ്പനാരാ? കാരക്കാട്ട് സൈമൺ തരകൻ. അങ്ങനെ നോക്കുമ്പം ഇവൻ വളരേണ്ടത് എവിടെയാ? കാരക്കാട്ട് ബംഗ്ലാവിൽ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എമിലിക്ക് ശ്വാസം വീണ് കിട്ടിയതുപോലെയായി. ഞാൻ എന്തൊക്കെ വിചാരിച്ച്, ഏതെല്ലാം വഴിക്കൂടെ എൻ്റെ മനസ്സ് പാഞ്ഞ്. ഏതൊക്കെ വഴിയൂടെയാ പാഞ്ഞത്? ഒന്നുമില്ല. ചേച്ചി എന്താ സംശയിച്ചെന്ന് പറ. സൈമൺ മുതലാളിയുടെ കെട്ടിയവളും അന്ന് ആശുപത്രിയിലുണ്ടായിരുന്നല്ലോ. തലേ ദിവസവും പിറ്റേ ദിവസവും ആയിട്ടല്ലായിരുന്നോടി ഞങ്ങളുടെ 2 പേരുടെയും പ്രസവം. അതുകൊണ്ട്? റെജീനയുടെ പുരുകക്കൊടി ഉയർന്നു.
നീ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നീ ഞങ്ങളുടെ കൊച്ചുങ്ങളെ തമ്മി മാറ്റിമറിച്ചു കാണുമെന്ന്. റെജീന ഞെട്ടിപ്പോയി. ചേച്ചി സത്യത്തിൻ്റെ നിഴലിൽ വന്നു നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. കുളിപ്പിക്കാനൊക്കെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന നേഴ്സുമാർക്ക്. റെജീനയ്ക്ക് വീണ്ടും ഒരു ഉൾക്കിടലമുണ്ടായി. അവളുടെ നിൽപ്പും നോട്ടവും കണ്ട് ഇത്തവണ എമിലി ചിരിച്ചു. എന്താടി മിഴിച്ചു നോക്കണ? നീ അന്ന് അവിടെ നേഴ്സാണല്ലോ. കൊച്ചിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോണതൊക്കെ നീയല്ലായിരുന്നോ? ഞാനങ്ങനെ ചെയ്യോ ചേച്ചി? ചേച്ചി എന്തു വർത്തമാനമായി പറയുന്നേ? റെജീനയ്ക്ക് എമിലിയുടെ സംശയം തുടച്ചു മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. നീ അങ്ങനെ ചെയ്തെന്നല്ല പറഞ്ഞേ. നീ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ വഴി കൂടെ ഞാൻ സംശയിച്ചു പോയെന്നാ. എന്നാലും ചേച്ചി എന്നെ അങ്ങനെ സംശയിച്ചല്ലോ. എമിലിയുടെ മനസ്സിൽ സംശയത്തിൻ്റെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി തുടച്ചു കളയാൻ വേണ്ടി റെജീന പരിഭവം പറഞ്ഞ് ഗർവിച്ചു. നിന്നെ സംശയിച്ചെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്കങ്ങനെയൊക്കെ തോന്നിയെന്നല്ലേ? എൻ്റെ തോന്നലൊക്കെ ശരിയാണെന്നാ നിന്റെ വിചാരം. എന്നാലും ചേച്ചി, ഞാൻ വിചാരിച്ചതുപോലൊന്നുമല്ല ചേച്ചി. നീ അത് കള, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. എമിലി അത് വിട്ടു. എന്നിട്ട് ചോദിച്ചു, എടി റെജീനെ, പെരുന്നാളിന് അപ്പനും അമ്മച്ചിയും വരണില്ലേ? നീ എന്നാ ഒറ്റയ്ക്ക് വന്നത്? അവർ വൈകുന്നേരം വരും ചേച്ചി. ഞാൻ മുന്നേ ഇങ്ങോ പോന്നേ ഉള്ളൂ. അതെന്നെ വൈകുന്നേരം? പകലുള്ള നേരത്ത് വന്നൂടെ? അവർക്കൊരു മടി. ശൗരിക്കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാ. ശൗരിക്കുട്ടി ഉണ്ടെങ്കിൽ എന്താ, അവരെ പിടിച്ചു വിഴുങ്ങോ? നീ എന്നാ വർത്താനടി പറയണത്? ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, അപ്പനും അമ്മച്ചിക്കും നാണക്കേടുണ്ട് പകൽ വെട്ടത്ത് ഈ വീട്ടിൽ വരാനും പോകാനും. അത് ശൗരിക്കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാ. അവൻ എന്നെ കുറ്റം ചെയ്തിട്ടാടി. അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നല്ല, അവൻ ആരുടെ മകനാണെന്നുള്ളതാ. അവൻ്റെ അപ്പനാരാ? അതാണ് പ്രശ്നം. നാട്ടുകാരവനെ നോക്കിയിട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പം നമ്മുടെ തല താണു പോകും. അപ്പനും അമ്മച്ചിക്കും ആ കൊച്ചിൻ്റെ മുഖം കാണുന്നത് വലിയ ബുദ്ധിമുട്ടാ ചേച്ചി. ഉള്ളത് പറയാലോ. ഇവിടെ എമിലി നിസ്സഹായയാണ്. അനുജത്തി പറയുന്നതിലും കാര്യമുണ്ടെന്നറിയാം. കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരുടെയും ബന്ധുജനങ്ങളുടെയും അഭിമാനമായിരിക്കണം, വാത്സല്യഭാജനങ്ങളായിരിക്കണം. ഇവിടെ ആർക്കും അഭിമാനമല്ല ശൗരിക്കുട്ടി, അപമാനമാണ്. അവൻ്റെ പെറ്റമ്മയ്ക്ക് കൂടി അഭിമാനക്ഷതമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേടി? എന്നുവെച്ച് എനിക്കെൻ്റെ കൊച്ചിനെ കളയാൻ പറ്റുമോ? ഞാനതിൻ്റെ അമ്മയല്ലേ. ആ കൊച്ച് എന്നെ പിഴച്ച്. എമിലിയുടെ തൊണ്ടയിടറി. അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ ടീഷോപ്പ് എങ്ങനെ നടക്കണ? 4 കാശുണ്ടാക്കാനുള്ള കച്ചവടം കിട്ടുന്നുണ്ടോ? എവിടുന്ന്? എൻ്റെ മാത്രമല്ല, വേറെയും ചായക്കടയൊക്കെ ഉണ്ട്. വള്ളക്കാരുടെ ചായ കുടിയും പുകവലിയും കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുമോ? കുറച്ച് പലഹാരമുണ്ടാക്കി വിൽക്കുന്നുണ്ട്. കടലിൽ പണിയില്ലാത്ത ദിവസം ആരും ചായ കുടിക്കാൻ പോലും വരാറില്ല. കടലിൽ പണിയുണ്ടെങ്കിൽ വള്ളക്കാരും വരും, മീൻ വാങ്ങാൻ വരണവരും വരും. എന്നാലും ഉച്ചയ്ക്ക് മുന്നേ കച്ചവടം പൂട്ടും. കടപ്പുറത്തെ ചായക്കടയ്ക്ക് അത്രയേ ഉള്ളൂ കച്ചവടം. രാവിലെ വള്ളങ്ങൾ വരുന്നതോടെ കടപ്പുറം സജീവമാകുന്നു. മീൻ ധാരാളമുണ്ടെങ്കിൽ വള്ളങ്ങളുടെ എണ്ണം കൂടും, വള്ളക്കാരുടെ എണ്ണം കൂടും. കോരുകാരും ചുമട്ടുകാരും ലേലക്കാരും ധാരാളമുണ്ടാകും. അതിനു പുറമെ മീൻ വാങ്ങാനെത്തുന്നവർ, പിന്നെ മീൻ കൊണ്ടുപോകാനുള്ള വണ്ടികളുടെ ഡ്രൈവർമാർ, ക്ലീനർമാർ. ഇങ്ങനെയാണെങ്കിലും ഉച്ചയോടെ കടപ്പുറം വിജനമാകും. കച്ചവടവും കഴിഞ്ഞ് ആളുകൾ കടപ്പുറത്തു നിന്ന് ഒഴിഞ്ഞു പോയിരിക്കും. കഷ്ടിച്ച് കഴിഞ്ഞുകൂടണ്, അത്രയുള്ളൂ. എമിലി പറഞ്ഞ് അവസാനിപ്പിച്ചു. വൈകുന്നേരം എമിലിയുടെ അപ്പനും അമ്മയും കൂടി വന്നു. അവർ കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നു. ജാനറ്റിനും ഡെന്നിച്ചിനും കൊടുത്തു. ശൗരിക്കുട്ടിയെ നോക്കിയതുപോലുമില്ല. ശൗരിക്കുട്ടി തൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കയ്യിലിരിക്കുന്ന മധുരപലഹാരങ്ങളെ കൊതിയോടെ നോക്കി. ഇതെന്നാ പണിയാ അമ്മച്ചിയെ? എൻ്റെ കൊച്ചിനെന്നാ കൊടുക്കാത്തത്? അത് നോക്കിയിരിക്കുന്നത് കാണാഞ്ഞിട്ടാ? മനഃപൂർവ്വം കൊടുക്കാത്തതാ, ദേവസിക്കുട്ടി കർക്കശ സ്വരത്തിൽ പറഞ്ഞു. ഞാനാ പറഞ്ഞത് കൊടുക്കണ്ടെന്ന്. അതിന് നിന്റെ കൊച്ചായിട്ട് ഞങ്ങളാരും കൂട്ടിയിട്ടില്ല. പിന്നെ ആരുടെ കൊച്ചാ? കാരക്കാട്ട് സൈമൺ തരകന് പിഴച്ചുണ്ടായ ജന്തു. നീ അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വഴക്കിന് വരല് പെണ്ണേ. പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ കാലുകുത്തത്തില്ല. നിങ്ങൾ കാലുകുത്തണ്ട. എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചായിട്ട് കാണാൻ പറ്റാത്തവർ ഈ വീട്ടിൽ വരണ്ട. വെറുതെ എന്തിനാ വഴക്ക്? ഒന്നും മിണ്ടാതിരിക്കോ? നല്ലൊരു പെരുന്നാളായിട്ട്. അപ്പനും കൊള്ളാം, മകളും കൊള്ളാം. റെജീന അപ്പനെയും ചേച്ചിയെയും ഒരുപോലെ ശാസിച്ചു. ഈ കൊച്ചെന്നാ പിഴച്ചെന്നാ ഞാൻ ചോദിക്കണേ? അതിനെന്തറിയാം? എമിലി വിടാൻ ഭാവമില്ല. അത് പിഴച്ചുണ്ടായതാന്ന് പറഞ്ഞില്ലേ? ഇനിയും പറയണോ? പറയാതെ തന്നെ കടപ്പുറംകാർക്കെല്ലാം അറിയാവല്ലോ. ദേവസിക്കുട്ടി അമർഷം പൂണ്ടു. ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ മക്കളും ഒരുപോലെയാ. ഈ ഇരിക്കുന്ന ശൗരിക്കുട്ടിയും എൻ്റെ അപ്പനും ദൈവത്തിനും ഒരേപോലെയാ. ശൗരിക്കുട്ടിയും ഡെന്നിച്ചനും ഒരേപോലെയാ, എമിലി വാദിച്ചു. ദൈവത്തിന് അങ്ങ് മോളിൽ സിംഹാസനത്തെ കയറി
കിരീടവും വെച്ച് ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ മതി. താഴെ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ കിടന്ന് നാണം കിടന്നത് നമ്മളാ. പുള്ളിക്കാരന് ഒന്നും അറിയണ്ടല്ലോ. ആരെങ്കിലും അങ്ങോട്ട് കളിയാക്കാൻ ചെല്ലുന്നുണ്ടോ? ഇല്ലല്ല. ഈ കണ്ട കഷ്ടപ്പാടും ദുരിതവും ഭൂമിയിലെ മനുഷ്യന്മാർക്ക് വരുത്തി വെച്ചിട്ട് എന്തെങ്കിലും മനസാക്ഷിക്കുത്തുണ്ടോ? അതുമില്ല. ദേ പറഞ്ഞ് അപ്പൻ ദൈവദൂഷണം പറയുന്നു. റെജീന കളിയാക്കി ചിരിച്ചു. അപ്പൻ്റെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെയാടി. എന്നതാ പറയുന്നേ, എന്നതാ ചെയ്യുന്നേ എന്നൊന്നും ഒരു ബോധവുമില്ല. ശൗരിക്കുട്ടിക്ക് മധുരപലഹാരം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ രൂപപ്പെട്ടു വന്ന അസ്വാരസ്യം അങ്ങനെ തേഞ്ഞലിഞ്ഞുപോയി. സന്ധ്യയ്ക്ക് അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകാൻ എല്ലാവരും ഒരുങ്ങി. കുഞ്ഞന്ന വീട്ടുകാവലിന് വീട്ടിലിരുന്നു. ശൗരിക്കുട്ടിയെ ഉടുപ്പിടുവിച്ച് ഒക്കത്തുവെച്ച് എമിലി ഇറങ്ങിയപ്പോൾ ദേവസിക്കുട്ടി ചോദിച്ചു, ഇതിനെയും കൊണ്ടുപോകണുണ്ടോ? എൻ്റെ കൊച്ചിനെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എമിലി ചോദിച്ചു. എൻ്റെ കൊച്ച് എന്ന് നീ 100 ആവർത്തി പറയണ്ട. എല്ലാവർക്കും അറിയാം ആരുടെയാണെന്ന്. ഇവിടെ കുഞ്ഞന്ന അമ്മച്ചിയുണ്ടല്ലോ, അവരെ ഏൽപ്പിച്ചിട്ട് പോന്നാ പോരെന്നാ. കുഞ്ഞന്ന വീട്ടിൽ കാവലിരിപ്പാണ്. നാളെ പകൽ പെരുന്നാളിന് പോകാനാണ് കുഞ്ഞന്നയ്ക്ക് താല്പര്യം. എൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ പെരുന്നാളാ. എനിക്ക് നേർച്ചയുണ്ട് പുണ്യാളച്ചൻ്റെ അടുത്ത്. എനിക്കെൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി കഴുന്നെടുപ്പിക്കണം, എമിലി പറഞ്ഞു. എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചു പോകാമെന്ന് വെച്ചാൽ നാട്ടുകാർ സമ്മതിക്കത്തില്ല. സ്വന്തം വീട്ടുകാരും സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ ഞാൻ ഈ കൊച്ചിനെയും എടുത്തോണ്ട് കടലിച്ചാടി ചത്തുകളയും, പറഞ്ഞേക്കാം. എമിലി പൊട്ടിത്തെറിച്ചു. നിങ്ങളാരുടെയും വീട്ടുപടിക്കലേട്ട് ഞാൻ വന്നില്ലല്ലോ. എൻ്റെ കൊച്ചിനെയും എന്നെയും സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു നേരത്തെ അരിയുടെ കാശ് പോലും വാങ്ങിച്ചിട്ടല്ലല്ലോ. കൊച്ചിനെ കൊണ്ട് കഴുന്നെടുപ്പിക്കാൻ നടക്കണ എന്ന് വെച്ചാൽ എന്നതാ മുതല്? എടി, നീ ആഞ്ചലോന് വേണ്ടി ഒരു കുർബാന ചൊല്ലിയിട്ടുണ്ടെടി ഇന്നേ വരെ. അവൻ്റെ ജീവൻ കടലിൽ താണിട്ട് കൊല്ലം 2 കഴിഞ്ഞല്ലോ. എന്തു കുർബാനയാ? മരിച്ചവർക്ക് വേണ്ടിയുള്ളതോ? പിന്നല്ലാതെ. ദേവസിക്കുട്ടി ചുണ്ടുകൂട്ടി. എമിലി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഞാൻ സമ്മതിക്കാമില്ല. എന്താ സമ്മതിക്കാത്തേ? ദേവസിക്കുട്ടി ചോദിച്ചു. എൻ്റെ ആഞ്ചലോ ചായൻ മരിച്ചിട്ടില്ല. പിന്നെന്തിനാ മരിച്ചവർക്കുള്ള കുർബാന? അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നാ ഇപ്പോഴും നിന്റെ വിശ്വാസം? ദേവസിക്കുട്ടി പരിഹാസത്തിൽ ചോദിച്ചു. അതെ, എനിക്ക് വിശ്വാസമാ. ആഞ്ചലോ ചായൻ ജീവനോടെ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നെഞ്ചിലെ വിളക്ക് കെട്ടുപോയേനെ. ആഞ്ചലോ ചായൻ തിരിച്ചു വരും, അതെനിക്ക് തീർച്ചയാ. ഇവക്ക് പ്രാന്ത റോസ്ലി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഊള വർത്തമാനം പറയോ? ആഞ്ചലോ തിരിച്ചു വരാൻ പോണത്രേ. ദേവസിക്കുട്ടി പുച്ഛിച്ചു. അവനൊരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ. വന്ന നിന്റെ ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഇതേതാടീന്ന് ചോദിച്ചാൽ നീ എന്തുത്തരം പറയും എമിലി? എന്താ സംഭവിച്ചെന്ന് ഉള്ള പോലെ ഞാൻ പറഞ്ഞു കൊടുക്കും. ആഞ്ചലോ ചായന് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അവൻ വല്ലവൻ്റെയും കൊച്ചിനെയും നിന്നെയും കൂടെ സ്വീകരിക്കോ? നിങ്ങളാരും കണ്ട ആളല്ല ആഞ്ചലോ ചായൻ. എനിക്കറിയാം. ഞാൻ അറിയുന്ന പോലെ ആർക്കും അറിയില്ല ആഞ്ചലോ ചായനെ, എമിലി തീർത്തു പറഞ്ഞു. എന്നിട്ട് അവൾ കൊച്ചു ശൗര്യയെയും കൊണ്ട് മുൻപേ ഇറങ്ങി. എൻ്റെ കൂടെ വരാൻ മാനക്കേടുള്ള ആരും വരണ്ട. ഞാനും എൻ്റെ ശൗര്യക്കുട്ടിയും കൂടി പോയിക്കൊള്ളാം. എമിലി നടന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ മുഖത്തോട് മുഖം നോക്കി. പിന്നെ അവരും ഇറങ്ങി നടന്നു. നടന്നു പോകാനുള്ള ദൂരമേയുള്ളൂ അർത്തുങ്കൽ പള്ളിയിലേക്ക്. അല്ലെങ്കിൽ തന്നെ ചെത്തി മുതൽ അർത്തുങ്കൽ വരെയുള്ള റോഡ് ജനസാന്ദ്രമാണ്. പള്ളിപ്പെരുന്നാൾ പ്രമാണിച്ച് എന്തെന്നില്ലാത്ത തിക്കും തിരക്കും. വാഹനങ്ങൾ ഞെങ്ങിഞ്ഞെരുങ്ങി പോകുന്നുണ്ടെങ്കിൽ തന്നെ ഉറുമ്പ് നടക്കുന്ന വേഗത്തിലാണ്. അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് എമിലി തൻ്റെ മകൻ്റെ നെറ്റിയിൽ കുരിശു വരപ്പിച്ചു. അതിനുശേഷം കഴുന്നെടുക്കാനുള്ള ക്യൂവിൽ ചെന്നപ്പോൾ തൊട്ടുമുൻപിൽ കാരക്കാട്ട് ബംഗ്ലാവിലെ എൽസമ്മ എമിലിയെ കണ്ടില്ല. പക്ഷേ എൽസമ്മയുടെ തോളത്ത് കിടന്ന കുഞ്ഞു ഡാൻഡസ് തോളിന് മീതെ കൂടി തലപ്പൊക്കി നോക്കി. എമിലിയുടെ കയ്യിലിരിക്കുന്ന കുട്ടിയെ നോക്കി അവൻ പുഞ്ചിരി തൂകി. കൈയെടുത്ത് കാട്ടി കളിക്കാൻ കൂട്ടുവിളിച്ചു. ശൗരിക്കുട്ടിക്ക് പക്ഷെ നാണമാണ് വന്നത്. അവൻ ചുളുങ്ങിക്കൂടി എമിലിയുടെ നെഞ്ചോട് പറ്റിച്ചേർന്നിരുന്നു. എമിലി ആ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് തൻ്റെ കുഞ്ഞാണെന്ന് വിചിത്രമായ ഒരു തോന്നൽ അവൾക്കുണ്ടായി. അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. ഒരു പക്ഷേ ഉച്ചയ്ക്ക് റെജീനയുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ വാക്ക് തർക്കത്തിൽ നിന്നാവാം അങ്ങനെയൊരു സംശയം ഉടലെടുത്തത് എന്നും തോന്നി. എമിലി എൽസമ്മയുടെ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. എത്ര സുന്ദരനാണവൻ! എന്തൊരു നിറം! എത്ര നല്ല ചിരി! തൻ്റെ കുഞ്ഞും കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ തന്നെ. എന്നിട്ടും എന്തൊരു വ്യത്യാസം! എൽസമ്മയേക്കാൾ സുന്ദരി താനായിരുന്നിട്ട് കൂടിയും എൽസമ്മയുടെ മകനാണ് സുന്ദരൻ. വലിയ ബംഗ്ലാവിൽ നല്ലപോലെ ഭക്ഷണം കഴിച്ച് ഒട്ടും അലലില്ലാതെ വളർന്നതുകൊണ്ടാവാം. ശൗരിക്കുട്ടി കുഞ്ഞു ഡാൻഡസിനെ നോക്കി ഒച്ച വെച്ച് ചിരിച്ചു. അവൻ കൈ ഉയർത്തിക്കാട്ടി കളിക്കാൻ ക്ഷണിച്ചു. തന്നെപ്പോലൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ എൽസമ്മ
തൊട്ടുപുറകിൽ നിൽക്കുന്ന എമിലിയെയും കുഞ്ഞിനെയും കണ്ടു നടുങ്ങി. അവൾ പെട്ടെന്ന് മെല്ലെ മുഖം തിരിച്ചു കളഞ്ഞു. അല്പം കഴിഞ്ഞ് മെല്ലെ മുഖം തിരിച്ചു നോക്കി. എമിലിയുടെ കുഞ്ഞ്, അത് തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് അവൾക്കറിയാം. ദരിദ്ര കുടുംബത്തിൽ പിറന്ന കുഞ്ഞിനും സമ്പൽ സമൃദ്ധിയിൽ പിറന്ന കുഞ്ഞിനും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. തൻ്റെ കുഞ്ഞാണ് സുന്ദരൻ. അവനാണ് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കും സഭയുടെ നിയമങ്ങൾക്കും യോജിച്ച വിധത്തിൽ യോഗ്യനായി ജനിച്ചവൻ. അതിൻ്റേതായ ഐശ്വര്യവും കുലീനത്വവും മുഖകാന്തിയും പ്രസരിപ്പും അവനുണ്ട്. എന്നാൽ എമിലിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് നിറം കുറവാണ്. അവൻ്റെ തലമുടി ചെമ്പിച്ചതും പൂച്ചരോമം പോലെ നേർത്തതുമാണ്. അവൻ്റെ കണ്ണുകൾക്ക് തെളിച്ചം പോരാ. അവൻ്റെ ചിരിക്ക് ഭംഗിയും കുറവായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അയോഗ്യനാണ്. കർത്താവിനും തിരുസഭയ്ക്കും സമുദായത്തിനും സാമൂഹിക ആചാരങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ ജനിച്ചവൻ. പച്ചയ്ക്ക് പറഞ്ഞാൽ പിഴച്ചുണ്ടായവൻ. എമിലിയുടെ മുന്നിൽ നിന്നപ്പോൾ എൽസമ്മ തന്നെത്താൻ മഹിമയെ പ്രാപിച്ചു. ശ്രേഷ്ഠത എന്തെന്നും മ്ലേച്ഛത എന്തെന്നും അവൾക്ക് മനസ്സിലായി. ദുർനടപ്പുകാരിയും മ്ലേച്ഛയുമായ ഈ സ്ത്രീയുമായി ഒരിക്കലും തനിക്ക് താരതമ്യമില്ലെന്ന് എൽസമ്മ കണ്ടെത്തി. ഇവളോട് മാത്സര്യബുദ്ധി വേണ്ട. പക്ഷേ അങ്ങനെയൊന്ന് തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിമേൽ അങ്ങനെയൊന്നില്ല. കുട്ടികൾ തമ്മിൽ ചിരിച്ചും കൈകാട്ടിയും ആശയങ്ങൾ കൈമാറുന്നതുപോലും അനുവദിക്കാൻ പാടില്ലെന്നും തോന്നി. എൽസമ്മ തൻ്റെ കുഞ്ഞിനെ എമിലിയുടെയും ശൗര്യയുടെയും ദൃഷ്ടിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചു. എന്നാൽ കുഞ്ഞു ഡാൻഡസിൻ്റെ മുഖം വടക്കുനോക്കി യന്ത്രം പോലെ എങ്ങോട്ട് തിരിച്ചു പിടിച്ചാലും ശൗര്യക്കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഒടുക്കം മണൽ വാരി വിതറിയാൽ ഒരു തരി പോലും താഴെ വീഴാത്തത്ര തിക്കിലും തിരക്കിലും 10,000-കണക്കിന് ആളുകളുടെ ഒഴുക്കിലും ചുഴികളിലും പെട്ട് 2 സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും വേർപിരിഞ്ഞു പോയി. അതിരാവിലെ എണീറ്റ് പാത്രങ്ങളും കലങ്ങളും പ്ലേറ്റുകളും വലിയ കുട്ടയിൽ വെച്ച് ചുമന്ന് കടപ്പുറത്തേക്ക് പോയതായിരുന്നു എമിലി. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിന് താടിക്ക് കൈകൊടുത്ത് വിഷ്ണയായി നിൽക്കുന്നു. അവർ ചുമന്നുകൊണ്ടുപോയ വിറകും ചൂട്ടും സ്റ്റവും മണ്ണിൽ കിടപ്പുണ്ട്. ഏതാനും വള്ളക്കാരും കോരുകാരും മീൻ വിൽക്കുന്ന തമിഴുകാരി പെണ്ണുങ്ങളും കുഞ്ഞെണ്ണയ്ക്ക് സമീപം നിൽക്കുന്നു. എമിലിയുടെ ടീ ഷോപ്പ് നിന്ന സ്ഥലം ഇപ്പോൾ ശൂന്യമാണ്. അതിൻ്റെ തൂണുകൾ രാത്രി ആരോ വലിച്ചു പിഴുത് കടലിൽ എറിഞ്ഞു കളഞ്ഞു. അവളുടെ ടീ ഷോപ്പ് മേഞ്ഞിരുന്ന നീല പ്ലാസ്റ്റിക് ഷീറ്റുകൾ കുത്തിക്കീറി കഷ്ണം കഷ്ണമാക്കി തെങ്ങും മടലും കൂടി ചേർത്ത് കത്തിച്ചു കളഞ്ഞു. എമിലി പാത്രങ്ങളുടെ കുട്ട തലയിൽ നിന്നിറക്കാതെ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടു. ചെല്ലിക്കടപ്പുറത്ത് വള്ളങ്ങൾ വന്നടുക്കുകയും കോരുകാർ കുട്ടകളിൽ മീൻ കോരി കരക്കിറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സൈമൺ തരകൻ്റെ ആളുകൾ മീൻ കുട്ടകൾക്ക് സമീപം നിന്ന് ലേലം വിളിച്ചു. തമിഴത്തി പെണ്ണുങ്ങൾ ചെറുപട്ടികളുമായി വന്ന് മീൻ കോരി. മീൻ വാങ്ങാൻ വരുന്ന നാട്ടുകാരുമായി വിലപേശി. അവർക്കിടയിലേക്ക് എമിലി ഒരു ചുഴലിക്കാറ്റ് പോലെ പാഞ്ഞു വന്നു. കയ്യിലൊരു വെട്ടരിവാൾ. ലേലം വിളിച്ചുകൊണ്ടിരുന്ന ഏലിയാസിൻ്റെ നേർക്ക് അവൾ അലറിയെടുത്തു. നിങ്ങളുടെ മുതലാളി എവിടെ? ചുണയുണ്ടെങ്കിൽ അവനോട് കടപ്പുറത്ത് വരാൻ പറ. രാഖി രാമാനം വന്ന് അവനിൻ്റെ കട പൊളിച്ച് കളഞ്ഞേക്കണ്. പട്ടി. അവനാണെങ്കിൽ നേരിട്ട് വരാൻ പറ. എമിലിക്ക് ചുറ്റും കടപ്പുറത്തെ ജനങ്ങൾ തടിച്ചുകൂടി. അവളുടെ ശാപവചനങ്ങൾ മുഴുവൻ അവരും കേട്ടു. അവളുടെ കട തകർത്തത് കാണുകയും ചെയ്തു. എമിലി കടപ്പുറത്ത് നനഞ്ഞ മണലിൽ കയ്യിലിരുന്ന അരിവാൾ കുത്തിത്താഴ്ത്തി. അവൻ്റെ ഈ കടപ്പുറം നശിച്ചു പോകും. എമിലിയ പറയണത്. കടപ്പുറത്തേക്ക് എങ്ങനെ വന്നോ അതുപോലെ തന്നെ എമിലി തിരിച്ചുപോയി. ആളുകൾ ഒരു കൗതുക കാഴ്ച കണ്ട പോലെ അത് ആസ്വദിച്ച് ചിരിക്കുകയും അടക്കം പറയുകയും ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം ആകാശവാണിയിലൂടെ ഒരറിയിപ്പ് വന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊടുങ്കാറ്റിനും പേമാരിക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കുക. വരും ദിവസങ്ങളിൽ ആരും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നറിയിപ്പ് വന്ന 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് നിന്ന് കടലും കാറ്റും ആർത്തലറി വന്നു. പല സ്ഥലങ്ങളിലും കടലാക്രമണമുണ്ടായി. പലയിടത്തും വീടുകളും തീരങ്ങളും കടൽ തിരകളിൽ ഒലിച്ചുപോയി. ചെല്ലിക്കടപ്പുറത്തെ കടൽ വിഴുങ്ങി. സൈമൺ തരകൻ്റെ 1.5 ഏക്കർ തെങ്ങും പുരയിടം കൂടി കടലെടുത്തു. മീൻ വള്ളങ്ങൾ അടുക്കാത്ത വിധം ചെല്ലിക്കടപ്പുറം നശിച്ചുപോയി. വള്ളങ്ങൾ അടുക്കുകയും മീൻ ലേലം ചെയ്യുകയും ചെയ്തിരുന്ന കടപ്പുറത്ത് രോഷം പൂണ്ട കടൽ തിരകളുടെ സേന വിന്യസിച്ചു. അടുത്ത ഭാഗം നാളെ.